മരുന്നോ ഓപ്പറേഷൻ കൊണ്ടോ ജീവിതശൈലി രോഗങ്ങൾ മാറ്റാനാകില്ല. പക്ഷേ സ്വയം തിരുത്താൻ തയ്യാറായാൽ ജീവിതശൈലി രോഗങ്ങൾ മാറും. ആഴ്ച നമ്മളുടെ ഫോക്കസ് ഡയബറ്റീസ് ആണ്. അപ്പം എന്തുകൊണ്ട് ഈ ഡയബറ്റീസ് ഈ തവണ എടുക്കുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ജീവിതശൈലിയായിട്ട് ബന്ധപ്പെട്ട് ഏറ്റവും കൂടുതൽ പ്രോബ്ലംസും ഈ ഹെൽത്ത് ചാലഞ്ചസും അതുപോലെ കോംപ്ലിക്കേഷൻസും ഒക്കെ തുടങ്ങുന്നത് ഈ ഡയബറ്റീസുമായിട്ട് ബന്ധപ്പെട്ടാണെന്നുള്ളതാണ്. നമ്മളുടെ ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ടുള്ള സ്റ്റാറ്റിസ്റ്റിക്കൽ സ്റ്റഡീസ് നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസ് എന്ന് പറയുന്ന ഒരു ഓർഗനൈസേഷൻ ഈ കഴിഞ്ഞ വർഷം നടത്തിയ സ്റ്റഡീസിൽ മനസ്സിലാക്കുന്നത് 7 ഡയബറ്റിക് പേഷ്യൻസിൽ ഒരാൾക്ക് മാത്രമാണ് മരുന്നിലൂടെ ഒരു കൺട്രോള് ലഭിക്കുന്നത്. ബാക്കിയുള്ള 6 പേരും ഡയബറ്റീസ് അൺകൺട്രോൾഡ് ആയിട്ടാണ് ശരിക്കും നടക്കുന്നത്. പലർക്കും തോന്നുന്നുണ്ടാവും അവരുടെ ഡയബറ്റീസ് കൺട്രോൾഡ് ആണെന്നോ അല്ലെങ്കിൽ ഡയബറ്റീസ് ഇപ്പം അവർ റിമിഷനിലാണെന്നോ അങ്ങനെയൊക്കെ ചിന്തിക്കുന്നുണ്ടാവാം. പക്ഷേ ഈ ഡയബറ്റീസ് ഈ 6 പേരിൽ കണ്ടിന്യൂ ചെയ്യുന്നുണ്ട് സ്ട്രോങ് ആയിട്ട്, മറ്റേതിൽ കൺട്രോളിലാണ്. അപ്പോൾ ഈ കൺട്രോൾ എന്താണെന്ന് വരെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സമയമാണിത്. അപ്പോൾ നമ്മളുടെ ഈ ഡയബറ്റീസിൻ്റെ കാര്യം പറയുമ്പോൾ ഡയബറ്റീസ് തന്നെ പല ടൈപ്പുണ്ട്. അപ്പം ആദ്യം നമുക്ക് അറിയേണ്ടത് ഏതൊക്കെ ടൈപ്പ് ഡയബറ്റീസ് ഉണ്ടെന്നും നമ്മൾ ഏതൊക്കെ ഡയബറ്റീസിൻ്റെ കാര്യത്തിലാണ് നമ്മൾ കൂടുതൽ ശ്രദ്ധ ചെലുത്തേണ്ടതെന്നും പിന്നെ അതുകൂടാതെ ഈ ഡയബറ്റീസിൻ്റെ തന്നെ പല വെറൈറ്റി ഉള്ളതുകൊണ്ട് ആ ഡയബറ്റീസ് ട്രീറ്റ്മെൻറ്റിനെ പറ്റി എങ്ങനെയാണ് ഈ പല ട്രീറ്റ്മെൻറ്റ്സ് അതിനെപ്പറ്റി എന്തൊക്കെയാണ് അറിയേണ്ടതെന്നുള്ളതും കൂടെ നമുക്ക് തുടക്കത്തിൽ തന്നെ അറിയേണ്ടി വരും. അപ്പോൾ ആദ്യത്തെ ചോദ്യം, ഡയബറ്റീസ് തന്നെ എത്ര ടൈപ്പാണ് ഉള്ളത്? ബേസിക്കലി നമ്മൾ 2 ടൈപ്പ് എന്നാണ് ജനറലി നമ്മൾ പറയുക. അതായത് ടൈപ്പ് 1ഉം ടൈപ്പ് 2. ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ട് പറയുമ്പോൾ ഒരു 5 ടൈപ്പായിട്ട് പറയുന്നുണ്ട്. അതിൽ ഒന്ന് ഈ ടൈപ്പ് 1ൽ തന്നെ ടൈപ്പ് 1 ഉണ്ട്. അതിൽ ഒന്ന് ഫാസ്റ്റ് പ്രോഗ്രസ്സിങ് ആയിട്ടുള്ളതുണ്ട്, സ്ലോ പ്രോഗ്രസ്സിങ് ആയിട്ടുള്ളതുണ്ട്. അപ്പോൾ സാധാരണ ഈ ഫാസ്റ്റ് പ്രോഗ്രസ്സിങ് ആയിട്ട് വരുന്നത് കുട്ടികളിൽ വരുന്നതാണ്. അതൊരു ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസാണ്. നമ്മളുടെ പാൻക്രിയാസിൻ്റെ ഐലറ്റ് സെൽസ്, അതാണ് ഇൻസുലിൻ ഉണ്ടാക്കുന്നത്. ആ സെല്ലിനെ തന്നെ നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം തന്നെ അറ്റാക്ക് ചെയ്ത് അതിനെ ഡിസ്ട്രോയ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അത് ചിലപ്പം അത് ഡിറ്റക്റ്റ് ചെയ്ത് യൂഷ്വലി വിതിൻ 1 or 2, 1.5 to 2 years ആകുമ്പോഴേക്കും പാൻക്രിയാസ് കംപ്ലീറ്റ് നശിക്കും എന്നുള്ളതാണ്. അത് യൂഷ്വലി കുട്ടികളിലൊക്കെ എന്തെങ്കിലും ഒരു ഫീവറോ അല്ലെങ്കിൽ വൈറൽ ഇൻഫെക്ഷനോ ഒക്കെ വന്നു കഴിഞ്ഞിട്ട് വരുന്നതാണ്. പിന്നെ ഈ ടൈപ്പ് 1ൽ തന്നെ വേറൊരു ടൈപ്പ് ഉള്ളത് പ്രായമായവരിലും കൂടെ വരുന്നതാണ്. അത് ലേറ്റൻറ്റ് ടൈപ്പ് 1 ഡയബറ്റീസ് എന്ന് പറയുന്ന അതുണ്ട്. പിന്നെയുള്ളത് ടൈപ്പ് 2 ഡയബറ്റീസാണ്. ടൈപ്പ് 2 ഡയബറ്റീസ് ടൈപ്പ് 1 ഡയബറ്റീസിൻ്റെ റീസൺ ഇൻസുലിൻ്റെ കുറവാണ്. പക്ഷേ ടൈപ്പ് 2 ഡയബറ്റീസിൽ നമ്മുടെ ഇൻസുലിൻ വർക്ക് ചെയ്യുന്നില്ല. ഇതാണ് 90 to 95% ഇന്ന് കാണുന്ന ഡയബറ്റീസുകാരും ഈ ടൈപ്പ് 2 വിഭാഗത്തിലാണ് പെടുന്നത്. അവരിൽ ഒന്നെങ്കിൽ ഇൻസുലിൻ നോർമലായിരിക്കും, അല്ലെങ്കിൽ ഇൻസുലിൻ്റെ അളവ് കൂടുതലായിരിക്കും. പിന്നെ ഉള്ളത് ജസ്റ്റേഷണൽ ഡയബറ്റീസ് ആണ്. അത് ജസ്റ്റേഷൻ ഡയബറ്റീസ് എന്ന് പറഞ്ഞാൽ പ്രഗ്നൻസിയിൽ ലേഡീസിന് വരുന്നത്. യൂഷ്വലി ആ പ്രഗ്നൻസിയുടെ വെയിറ്റ് കൂടുമല്ലോ, അപ്പോൾ ആ സമയത്ത് വരും. പിന്നെ ഡെലിവറിയൊക്കെ കഴിഞ്ഞ് വരുമ്പോഴേക്കും അത് കുറഞ്ഞ് നോർമലിലേക്ക് കുറേ പേർക്ക് അത് പിന്നെ ഡയബറ്റീസ് അങ്ങ് മാറും. അത് ആ പ്രഗ്നൻസി ഹോർമോണും പ്രഗ്നൻസിയിലെ വെയിറ്റ് ഗെയിനുമായിട്ട് റിലേറ്റഡ് ആയിട്ട് വരുന്നതാണ്. പക്ഷെ ചിലർ ഡയബറ്റിക് ആയിട്ട് അപ്പം തന്നെ കണ്ടിന്യൂ ചെയ്യും, ചിലരുടെ മാറും. അത് കഴിഞ്ഞിട്ട് വീണ്ടും ഒരു 10-20 വർഷം കഴിയുമ്പോഴേക്കും വീണ്ടും തിരിച്ചു വരും. അതാണ് ഒരു ഗ്രൂപ്പ്. പിന്നെ ഉള്ളതൊരു വേറൊരു ഒരു മോഡി എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പും കൂടെ വരുന്നുണ്ട്. അത് മച്യൂരിറ്റി ഓൺസെറ്റ് ഡയബറ്റീസ് എന്ന് പറയുന്നതാണ്. അത് വെച്ച് പ്രത്യേകിച്ച് ഒരു ജനറ്റിക്കലി റിലേറ്റഡ് ആണ്. പിന്നെ ഉള്ളത് മാൽന്യൂട്രീഷൻ കൊണ്ടും വരാം. അതായത് പ്രോട്ടീൻ മാൽന്യൂട്രീഷൻ കൊണ്ട്, ഇൻസുലിൻ ഒരു പ്രോട്ടീനാണ്, അത് ഉണ്ടാക്കാൻ പറ്റാതെ വരുമ്പം സിവിയർ മാൽന്യൂട്രീഷനും വരാം. അപ്പോൾ ഇതിൻ്റെ എല്ലാം ട്രീറ്റ്മെൻറ്റ് അതനുസരിച്ച് വ്യത്യാസം വരും. ഏത് രീതിയിലുള്ള ഡയബറ്റീസ് ആണ് എന്നനുസരിച്ച് ട്രീറ്റ്മെൻറ്റ് വ്യത്യാസം വരുന്നുണ്ട്. പറഞ്ഞ പോലെ ഡയബറ്റീസ് തന്നെ പല ടൈപ്പുണ്ട്. പക്ഷേ ഏറ്റവും കോമൺ ആയിട്ട് നമ്മൾ സാധാരണ ഡയബറ്റീസ് എന്ന് പറയുന്നത് ഡയബറ്റീസ് ടൈപ്പ് 2 ആണ്. അപ്പം ഡയബറ്റീസ് ടൈപ്പ് 2ൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇൻസുലിൻ
വേണ്ട രീതിയിൽ ആക്ട് ചെയ്യാത്തതുകൊണ്ടുള്ള ഒരു സിറ്റുവേഷനാണ്. ഇൻസുലിൻ്റെ കുറവല്ല എന്നുള്ളതാണ് ഇപ്പം മനസ്സിലാക്കുന്നത്. നമ്മൾ ഈ ലൈവുമായിട്ട് ബന്ധപ്പെട്ട് ഓരോ തവണയും ഒരു പോള് നടത്തുന്നുണ്ട്. അപ്പം കഴിഞ്ഞ തവണത്തെ പോളിൽ നമുക്ക് അറിയേണ്ടിയിരുന്നത് ഈ ഡയബറ്റിസ്, ബ്ലഡ് പ്രഷർ, കൊളസ്ട്രോള്, ഹാർട്ടിൻ്റെ ആരോഗ്യം, ഫാറ്റി ലിവർ, ഇത് തമ്മിൽ എന്തെങ്കിലും കണക്ഷൻ ഉണ്ടെന്ന് അനുഭവപ്പെടുന്നുണ്ടോ എന്നുള്ളതായിരുന്നു. അപ്പോൾ അതിൽ 69% പേരും പറഞ്ഞത് അതെ, എല്ലാം കണക്റ്റഡ് ആണ് എന്നുള്ളതാണ്. അങ്ങനെ ഇരിക്കെ ബാക്കിയുള്ളവർ കുറച്ചെങ്കിലും ബന്ധമുണ്ടെന്ന് പറയുന്നത് ഒരു 10% ഉണ്ട്. അപ്പോൾ അങ്ങനെ 79% മനസ്സിലാക്കുന്നത് ഈ പല അവയവങ്ങൾ തമ്മിൽ അവരുടെ അതാത് അവയവങ്ങളുടെ അസുഖങ്ങൾ തമ്മിൽ ഒരു കണക്ഷൻ ഉള്ളതായിട്ടാണ്. അപ്പോൾ അത് വേറെ വേറെ രോഗങ്ങളാണ്, അത് തമ്മിലൊരു ബന്ധമില്ല എന്നുള്ളത് പറയുന്നത് ഒരു 12% മാത്രമേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ പറയുന്ന പോലെ പേഷ്യൻസ് കുറേയും കൂടെ ഈ കാര്യങ്ങൾ മനസ്സിലാക്കി തുടങ്ങി എന്നുള്ളതാണ്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ സയൻസ് നമ്മളെ പഠിപ്പിക്കുന്നത് ഈ പല അസുഖങ്ങളുടെയും കാരണം പലപ്പോഴും ഒന്നാണെന്നും അത് ഓരോ അവയവത്തിൽ വരുമ്പോൾ അത് പ്രത്യക്ഷപ്പെടുന്നത് ചിലപ്പം പല സമയത്തായിട്ടായിരിക്കാം, പക്ഷേ അല്ലെങ്കിൽ അത് പല സമയത്തായിട്ടായിരിക്കും ഡയഗ്നോസ് ചെയ്യുന്നത്. ചിലപ്പം ഫാറ്റി ലിവറായിട്ടായിരിക്കും ചിലപ്പോൾ ആദ്യം നമ്മൾ അനുഭവപ്പെടുന്നത്, പിന്നീടായിരിക്കും അത് ഡയബറ്റീസ് ആയിട്ട് വരുന്നത്, അത് കഴിഞ്ഞിട്ടായിരിക്കും പിന്നെ ഡയബറ്റീസ് എന്ന് പറഞ്ഞാൽ ഗ്ലൂക്കോസ് കൂടുന്നതായിട്ട് കാണുന്നത്, പിന്നെ ആയിരിക്കും BP കൂടുന്നതായിട്ട് കാണുന്നത്, പിന്നെ കുറച്ച് കഴിഞ്ഞിട്ടായിരിക്കും ഹാർട്ടിന് ബ്ലോക്കായിട്ട് ഇത് കാണുന്നത്. പക്ഷേ ഇത്രയും ഒരു 79% പേർക്കും ഇതിൻ്റെ ഈ കണക്ഷൻ മനസ്സിലാക്കാൻ സാധിക്കുന്നു എന്നുള്ളത് തന്നെ ഒരു വലിയ കാര്യമാണ്. അതെനിക്ക് തോന്നുന്നു നമ്മളുടെ ഇവിടുത്തെ കേരളത്തിൽ ഇത്രയും കൂടുതൽ ഈ ഹെൽത്തിനെ പറ്റി ഉള്ള കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്നതുകൊണ്ടാണ് എന്നുള്ളതിൽ ഒരു വലിയ കാര്യമായിട്ട് കാണാൻ സാധിക്കും. പക്ഷേ ഇതൊക്കെ ആണെങ്കിലും ഇത് തമ്മിൽ ഇങ്ങനെ കണക്ഷൻ ഉണ്ടെന്ന് അറിയാമെങ്കിൽ പോലും പേഷ്യൻസിന് അത് കഴിഞ്ഞിട്ട് അതിൻ്റെ അടുത്ത സ്റ്റെപ്പിലേക്ക് കടക്കാനായിട്ട് എന്താണ് അറിയേണ്ടത്? ഇപ്പം ഡയബറ്റിസ് എന്ന് പറയുമ്പം മിക്കവാറും ഡയബറ്റിക് പേഷ്യൻസിൽ, പ്രത്യേകിച്ച് ടൈപ്പ് 2 ഡയബറ്റീസ്, ടൈപ്പ് 1 ഡയബറ്റീസ് ഒരു ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസാണ്. അവരിൽ മറ്റ് ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസസ് വരാനുള്ള ചാൻസ് കൂടുതലായിരിക്കും. ഇപ്പം കൊച്ചുകുട്ടിയായിരിക്കുമ്പോൾ തന്നെ വന്നതായിരിക്കാം. അപ്പം അല്ലെങ്കിൽ ഡയബറ്റിസ് വന്നു, അവർക്ക് കുറച്ച് നാൾ കഴിയുമ്പോഴേക്കും ആർത്രൈറ്റിസ് വരാം, അല്ലെങ്കിൽ തൈറോയിഡൈറ്റിസ് വരാം. ഇതൊക്കെയാണ് നമ്മളിവിടെ കോമൺ ആയിട്ട് കാണുന്ന ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസസ്. അപ്പം ഒരു ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് വന്നു കഴിഞ്ഞാൽ അത് നമ്മൾ ഡയബറ്റിസ് പാൻക്രിയാസിനെ ബാധിച്ചാൽ അത് ടൈപ്പ് 1 ഡയബറ്റിസ് ആവും. അത് കഴിഞ്ഞ് തൈറോയിഡിനെ ബാധിച്ചാൽ അത് ഹാഷിമോട്ടോസ് തൈറോയിഡൈറ്റിസ് ആവും. പാൻക്രിയാസിനെ ബാധിച്ചാൽ അത് ബേസിക്കലി അവിടെ ഒരു പാൻക്രിയാസിനൊരു ഇൻഫ്ലമേഷനാണ് വരുന്നത്. തൈറോയിഡിനെ ബാധിക്കും, തൈറോയിഡിന് ഇൻഫ്ലമേഷൻ വരും. ജോയിൻറ്റിനെ ബാധിച്ച് ജോയിൻറ്റിന് വരും, അപ്പോൾ നമ്മൾ ആർത്രൈറ്റിസ് എന്ന് പറയും. അങ്ങനെ ഏത് ഓർഗനാണോ അതനുസരിച്ച് പോകും. പിന്നെ ഈ ടൈപ്പ് 2 ഡയബറ്റീസ് എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒറിജിൻ മെറ്റബോളിക്കാണ്. അതായത് നമ്മുടെ മെറ്റബോളിസം, കെമിക്കൽ റിയാക്ഷനുകളിൽ വരുന്ന ചേഞ്ചസ് ആണ്. അപ്പോൾ അത് തന്നെ മിക്കവാറും വരുന്നത് ഒരു മെറ്റബോളിക് സിൻഡ്രോം എന്നാണ് ഇപ്പോൾ അറിയപ്പെടുന്നത്. ബേസിക്കലി നമ്മളൊരു ഒരു ഗ്രൂപ്പ് ഓഫ് ഡിസീസാണ്. അതിൽ ഒബേസിറ്റി, പ്രത്യേകിച്ച് അബ്ഡോമിനൽ ഒബേസിറ്റി, വയറ് ചാടി വരിക, പിന്നെ ഹൈപ്പർ ടെൻഷൻ, ഡയബറ്റിസ്, കൊളസ്ട്രോൾ കൂടുക. കൊളസ്ട്രോൾ എന്ന് പറഞ്ഞാൽ ഡിസ്ലൈപ്പിഡീമിയ, കൊളസ്ട്രോളും ട്രൈഗ്ലിസറൈഡും കൂടുക. പിന്നെ നെക്സ്റ്റ് വരുന്നത് നാച്ചുറലി ഇതെല്ലാം വരുമ്പോഴേക്കും ഫാറ്റി ലിവറും ഉണ്ടായിട്ടുണ്ടാവും. പിന്നെ അതിനോടനുബന്ധിച്ചായിട്ടുള്ള രോഗങ്ങളായിട്ടാണ് നമ്മൾ ഈ ഹാർട്ടിൻ്റെ ബ്ലോക്ക്, രക്തക്കൊഴലുകളിൽ ബ്ലോക്ക് വരിക. അപ്പോൾ രക്തക്കൊഴലുകളിൽ ബ്ലോക്ക്, ഈ ഫാറ്റ് അടിഞ്ഞ് വരുന്ന ബ്ലോക്കുകളാണല്ലോ പിന്നെ നമ്മൾ ഹാർട്ട് അറ്റാക്കായിട്ടും അതുപോലെ സ്ട്രോക്ക്, പക്ഷാഘാതമായിട്ടും ഒക്കെ വരുന്ന അതിൻ്റെ ഒരു കണ്ടിന്യൂറ്റിയാണ്. അപ്പം നമ്മളുടെ ഇപ്പം ഈ ഇൻസുലിൻ്റെ ആണ് പ്രശ്നമെങ്കിലും പാൻക്രിയാസാണ് ഇൻസുലിൻ ഉണ്ടാക്കുന്നതെന്നേ ഉള്ളൂ. പക്ഷെ ഇത് നമ്മളുടെ ടൈപ്പ് 2 ഡയബറ്റീസിലെ പ്രോബ്ലം നമ്മൾ ഇൻസുലിൻ വർക്ക് ചെയ്യുന്നില്ല. ഇൻസുലിൻ വർക്ക് ചെയ്യേണ്ടത് എവിടെയാണ്? ബേസിക്കലി നമ്മുടെ സെല്ലുകൾക്കകത്താണ്. പ്രത്യേകിച്ച് ഏറ്റവും കൂടുതൽ ഇത് വരുന്നത്
ഫാറ്റ് സെല്ലുകൾക്കകത്ത്, ലിവറിലെ സെല്ലുകൾക്കകത്ത്, ഫാറ്റ് സെല്ലുകൾക്കകത്ത്, മസിൽ സെല്ലുകൾക്കകത്ത് എല്ലാ ഓർഗനും, എല്ലാ സെല്ലുകൾക്കും നമുക്ക് ഇൻസുലിൻ വേണം. അപ്പോൾ അത് വർക്ക് ചെയ്യുന്നില്ലെന്ന് വരുമ്പോൾ എല്ലാ ഓർഗനെയും നമ്മളെ രോഗം ബാധിക്കുകയാണ് ചെയ്യുന്നത്. അത് എവിടെ ഏറ്റവും കൂടുതൽ വരുന്നു അതനുസരിച്ച് നമുക്ക് സിംറ്റംസ് മാറും. നമ്മളെപ്പോഴും ഷുഗർ കൂടുമ്പോൾ മാത്രമാണ് ഡയബറ്റീസ് എടുക്കുന്നത്. പക്ഷെ അതിനു മുമ്പ് തന്നെ പലപ്പോഴും ടൈപ്പ് 2 ഡയബറ്റീസിൽ ഇൻസുലിൻ കൂടുമായിരിക്കും ചെയ്യുന്നത്. ഇൻസുലിൻ്റെ അളവ് തന്നെ കൂടുകയാണ് ചെയ്യുന്നത്. പിന്നെ ലിവർ സെല്ലുകൾക്കകത്ത് ഫാറ്റ് കെട്ടിക്കിടക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ നമ്മൾ ആ സിംറ്റം വൈസ് നമ്മൾ എവിടെയാണെന്നുള്ളത് മാത്രമല്ല ഇമ്പോർട്ടൻ്റ്, അല്ലെങ്കിൽ ഷുഗർ കൂടുക എന്നുള്ളത് മാത്രമല്ല ഇമ്പോർട്ടൻ്റ്, അതിൻ്റെ പുറകെ നടക്കുന്ന മെറ്റബോളിക് പ്രോസസ്സ്, നമ്മളൊരു കെമിക്കൽ റിയാക്ഷൻസ് ആണിത്, അവിടെ വരുന്ന ചേഞ്ചസ് ആണ് നമ്മൾ അറിയാൻ ശ്രമിക്കേണ്ടത്. ഡോക്ടർ പറഞ്ഞല്ലോ ഇങ്ങനെ ഡയബറ്റീസ് പല കാരണങ്ങൾ കൊണ്ട് വരും. അങ്ങനെ പല കാരണങ്ങൾ കൊണ്ട് വരുന്ന ഡയബറ്റീസിനെ പല പേരിലാണ് നമ്മൾ അറിയുന്നത്. അപ്പം അങ്ങനെ ഈ പല കാരണങ്ങൾ കൊണ്ട് വരുന്ന ഡയബറ്റീസിനെ ട്രീറ്റ് ചെയ്യുന്നതിൽ ശരിക്കും എങ്ങനെയാണ് വ്യത്യാസം വരേണ്ടത്? നമ്മൾ ടൈപ്പ് 1 ഡയബറ്റീസ് ആണ്. അതിൻ്റെ മൂല കാരണം എന്ന് പറയുന്നത് ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസാണ്. അത് നമ്മളുടെ പാൻക്രിയാസിനെ തന്നെ ഡിസ്ട്രോയ് ചെയ്യുകയാണ്. അപ്പം നമുക്ക് ഏർലി ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റി. പലപ്പോഴും നമ്മൾ കണ്ടുപിടിക്കുന്ന ഒരു സമയത്ത് ഈ പാൻക്രിയാസിൻ്റെ ഫങ്ഷൻ കംപ്ലീറ്റ് പോയിട്ടുണ്ടാവില്ല. അപ്പോൾ പാൻക്രിയാസിൻ്റെ, അതായത് ഇൻസുലിൻ്റെ പ്രൊഡക്ഷൻ കംപ്ലീറ്റ് പോയിട്ടുണ്ടാവില്ല. അതെങ്ങനെയാണ് അറിയുന്നത്? നമ്മൾ ഇൻസുലിൻ പോയിട്ടുണ്ടോ എന്ന് അറിയണേ ഇൻസുലിൻ തന്നെ ടെസ്റ്റ് ചെയ്ത് നോക്കണം. അതുപോലെ തന്നെ ഇപ്പോൾ ഓൾറെഡി ഇൻസുലിൻ എടുത്തുകൊണ്ടിരിക്കുന്ന, ഇപ്പം ടൈപ്പ് 1 ഡയബറ്റീസ് എന്ന് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ഇൻസുലിൻ ആയിരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നത് കൊച്ചുകുട്ടികൾക്കൊക്കെ. അപ്പം സി പെപ്റ്റൈഡ് എന്നുള്ളൊരു ഇൻസുലിൻ്റെ തന്നെ ഒരു ഫ്രാക്ഷനാണത്. അത് ടെസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ നമ്മൾ ഇൻസുലിൻ എടുത്തുകൊണ്ടിരിക്കുന്നവർക്കും സി പെപ്റ്റൈഡ് നോക്കിക്കഴിഞ്ഞാൽ നമ്മളുടെ ബോഡി എത്ര ഇൻസുലിൻ ഉണ്ടാക്കുന്നുണ്ടെന്നറിയാം. അപ്പോൾ പാൻക്രിയാസിൻ്റെ ഫങ്ഷൻ തീരെ പോകുന്നതിൻ്റെ മുമ്പ്, ഈ ഐലറ്റ് സെൽസിൻ്റെ ഫങ്ഷൻ തീർത്ത് നശിഞ്ഞു പോകുന്നതിന് മുമ്പാണെങ്കിൽ നമ്മൾ ഇമ്മ്യൂൺ സിസ്റ്റത്തെ കറക്റ്റ് ചെയ്യാൻ ശ്രമിച്ചാൽ ഒരു പക്ഷേ നമുക്കതിന് നമ്മളുടെ ആ പ്രോഗ്രസ് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും. പക്ഷെ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, അതിനൊരു മരുന്നില്ല. ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസിന് നമുക്ക് ഓട്ടോ ഇമ്മ്യൂൺ പ്രോസസ്സിനെ പ്രോഗ്രസ് ചെയ്യിപ്പിക്കുന്നത് തടയാനായിട്ട് മരുന്നില്ല. ആകെ ഇമ്മ്യൂണോസപ്രസൻസ് കൊടുക്കാവുന്നതാണ് യൂഷ്വലി നമുക്ക് കൊടുക്കാവുന്നത്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇമ്മ്യൂണോസപ്രസൻ, അല്ലെങ്കിൽ ഇപ്പോൾ ഒരു ഹോർമോൺ ഗ്രന്ഥിയാണെങ്കിൽ ആ ഹോർമോൺ റീപ്ലേസ് ചെയ്യുക. അപ്പോൾ തൈറോയിഡിനെ റീപ്ലേസ് ചെയ്യുക, അതാണ് ചെയ്യുന്നത്. പാൻക്രിയാസിനെയാണ് പാൻക്രിയാസിൻ്റെ ഹോർമോണായിട്ടുള്ള ഇൻസുലിന് റീപ്ലേസ് ചെയ്ത് ഇഞ്ചക്ഷൻ കൊടുക്കുക എന്നുള്ളതാണ്. അപ്പം ഈ കംപ്ലീറ്റ് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഇൻസുലിൻ ഇഞ്ചക്ഷൻ കൊടുക്കുക മാത്രമേ പറ്റുള്ളൂ. പക്ഷേ ലൈഫ് സ്റ്റൈൽ കറക്റ്റ് ചെയ്യാൻ ശ്രമിക്കുകയാണെങ്കിൽ, ലൈഫ് സ്റ്റൈൽ കറക്ഷന് വില്ലിങ് ആകുകയാണ്, എന്തൊക്കെയാണ് മനസ്സിലാക്കി ചെയ്യുകയാണെങ്കിൽ, അതായത് പാൻക്രിയാസ് കംപ്ലീറ്റ് പോകുന്നതിന് മുമ്പ്, ഐലറ്റ് സെൽസ് കംപ്ലീറ്റ് നശിക്കുന്നതിൻ്റെ മുമ്പ് ചിലപ്പം നമുക്കത് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റിയിരിക്കും. അത് എനിക്ക് ഫ്യൂ എക്സ്പീരിയൻസ് ഉണ്ട്. അങ്ങനെ നമ്മൾ പാൻക്രിയാസ് കംപ്ലീറ്റ് നശിക്കുന്നതിൻ്റെ മുമ്പ് അതിൻ്റെ ഇൻസുലിൻ ലെവൽ കൂട്ടിക്കൊണ്ട് വരാനും അവർ കറക്റ്റ് ഡയറക്ഷനിൽ ഫുഡും എക്സസൈസും ചെയ്യുമ്പോൾ പേഷ്യൻസിന് ഷുഗർ കൺട്രോൾ ചെയ്യാനും പതുക്കെ പാൻക്രിയാസ് ഫങ്ഷൻ തിരിച്ചു കൊണ്ടുവരാനും പറ്റിയിട്ടുള്ളവരും ഉണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഡയബറ്റീസിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ടൈപ്പ് 2 ആണെങ്കിൽ അത് ഇൻസുലിൻ ആക്ട് ചെയ്യുന്നില്ല, ടൈപ്പ് 1 ആണെങ്കിൽ ഇൻസുലിൻ്റെ കുറവുണ്ട്. അപ്പോൾ ശരിക്കും ഈ പിള്ളേർക്ക് വരുന്ന ഡയബറ്റീസ് എന്ന് പറയുന്നത് ഇപ്പോൾ പൊതുവെ ഒരു കൺഫ്യൂഷനുണ്ട്. ടൈപ്പ് 1 ആണോ ടൈപ്പ് 2 ആണോ? എന്താണെന്ന് വെച്ചാൽ ചില പിള്ളേർക്ക് ചെക്ക് ചെയ്യുമ്പോൾ അത് ടൈപ്പ് 2 ആണെന്ന് മനസ്സിലാക്കുന്നു. ഈ പിള്ളേരുടെ ഡയബറ്റീസിനെ പറ്റി എന്താണ് കൂടുതൽ മനസ്സിലാക്കാനുള്ളത്? നേരത്തെയൊക്കെ നമ്മൾ കൊച്ചു കുട്ടികളിലൊക്കെ വരുമ്പം യൂഷ്വലി ജനറലി എടുക്കുന്നത് ടൈപ്പ് 1 ഡയബറ്റീസ് ആണ്. ഇപ്പോൾ ഒരു 7 വയസ്സിൽ, ഒരു 14 വയസ്സിലൊക്കെയാണ് അതിൻ്റെ ഒരു പീക്ക് കാണാറുള്ളത്. പക്ഷേ നമ്മൾ അത് തന്നെ നമ്മൾ കറക്റ്റായിട്ട് ഡയഗ്നോസ് ചെയ്യണം. അതിന് ഇന്നിപ്പം നമുക്ക് ഇപ്പോൾ ഒരു 10-25 വർഷമൊക്കെ മുമ്പ് അതിനൊന്നും ടൈപ്പ് 1 ആണോ ടൈപ്പ് 2 ആണോ എന്നൊന്നും നോക്കാനുള്ള ഫെസിലിറ്റീസ് ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പം നമുക്ക് കൊച്ചു കുട്ടികളിൽ വന്നാൽ അപ്പം തന്നെ നമ്മൾ ചെയ്യേണ്ടത് ഈ സി പെപ്റ്റൈഡ് നോക്കുക, ഇൻസുലിൻ ലെവൽ നോക്കുക, പിന്നെ അതുപോലെ ഓട്ടോ ഇമ്മ്യൂൺ ആൻറ്റിബോഡീസും നോക്കാം. പക്ഷേ ഇപ്പം ഞാൻ പല പേഷ്യൻസിനെയും കണ്ടിട്ടുണ്ട്, അവർ ടൈപ്പ് 1 ആണെന്ന് കരുതി 4 നേരം ഇൻസുലിൻ ഇഞ്ചക്ഷൻ എടുത്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ അവർക്ക് പലപ്പോഴും അത് ടൈപ്പ് 2 ആയിരിക്കും. ടൈപ്പ് 2 ആണെങ്കിൽ നമുക്ക് മരുന്നൊന്നും ഇൻസുലിൻ ഇല്ലാതെ തന്നെ നമുക്കത്, ടൈപ്പ് 2ൻ്റെ കാര്യം എന്താ? ഇൻസുലിൻ റെസിസ്റ്റൻസ് ആണ്. അപ്പോൾ ഈ ഇൻസുലിൻ റെസിസ്റ്റൻസ് മാറ്റാനായിട്ട്
മരുന്നൊന്നും ഇല്ല, പക്ഷെ നമുക്ക് ലൈഫ് സ്റ്റൈൽ കറക്റ്റ് ചെയ്താൽ ഇൻസുലിൻ മാറ്റാൻ പറ്റും. ഞാനതിനൊരു ഒരു പേഷ്യൻറ്റിൻ്റെ എക്സാമ്പിൾ തന്നെ പറയാം. ഇത് ഇപ്പം ഇദ്ദേഹം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 2023 എൻ്റെ അടുത്ത് വന്ന ഒരു പേഷ്യൻ്റാണ്. അദ്ദേഹം വരുമ്പം 26 വയസ്സാണ്. 18ാം വയസ്സിൽ അദ്ദേഹത്തിന് ഡയബറ്റീസ് കണ്ടുപിടിച്ചു. അന്നു മുതൽ ഇൻസുലിൻ എടുത്തുകൊണ്ടിരിക്കുക, 4 നേരം ഇൻസുലിൻ. ആക്ച്വലി സംഭവിച്ചത് എന്താണെന്ന് വെച്ചാൽ 17ാം വയസ്സിൽ അദ്ദേഹത്തിൻ്റെ ഫാദർ ക്യാൻസർ വന്ന് മരിച്ചു. അപ്പോൾ അതിൻ്റെ സ്ട്രെയിനും കൂടെ ആയിരിക്കണം. 18ാം വയസ്സിലാണ് ഡയബറ്റീസ് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ അന്ന് മുതൽ ഇൻസുലിൻ ഇഞ്ചക്ഷൻ എടുത്തുകൊണ്ടിരിക്കുക 4 നേരം. അത് എടുത്തിരിക്കുന്നതാണെങ്കിൽ ഇഞ്ചക്ഷൻ ഫിയാസ്പ്, അതായത് ഇൻസുലിൻ അസ്പാർട്ട് എന്ന് പറഞ്ഞ ഇൻസുലിനാണ്. അത് 3 നേരമുണ്ട്. പിന്നെ ഇൻസുലിൻ ലാർജിൻ എന്നുള്ളത് ലോങ് ആക്ടിങ്, അത് 3 നേരം എടുക്കുന്ന ഫാസ്റ്റ് ആക്ടിങ്, ഷോർട്ട് ആൻഡ് ഫാസ്റ്റ് ആക്ടിങ് ആയിരിക്കും. മറ്റത് ഓരോ ഭക്ഷണത്തിൻ്റെയും കൂടെ. പിന്നെ ഒരു ലോങ് ആക്ടിങ് ആയിട്ടുള്ള, അതാണ് ഒരു പാറ്റേൺ. ഏതെങ്കിലും ഷോർട്ട് ആക്ടിങ് ഉണ്ടാവും, പിന്നെ ഒരു ലോങ് ആക്ടിങ് ഉണ്ടാവും. അതാണ് ജനറലി എടുക്കുന്നത്. അപ്പം ഇദ്ദേഹത്തിന് കൊടുത്തുകൊണ്ടിരുന്നതാണെങ്കിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നാച്ചുറൽ ഇൻസുലിൻ അല്ല, ഹ്യൂമൻ ഇൻസുലിൻ എന്നുള്ളതുണ്ട്. പക്ഷേ ഇത് ഒരു ഇൻസുലിൻ അനലോഗാണ്. ഇൻസുലിൻ അനലോഗ് എന്ന് പറഞ്ഞാൽ നാച്ചുറലിൽ നിന്ന് കുറച്ച് വ്യത്യാസം വരുത്തി, അത് ഓരോ ടൈമിലും ഓരോ പേറ്റൻറ്റ് തീരുന്നതനുസരിച്ച് ഓരോ ചേഞ്ച് വരുത്തിക്കൊണ്ടിരിക്കും. അപ്പോൾ അങ്ങനെ ഉള്ള ഒരു ആർട്ടിഫിഷ്യൽ ഇൻസുലിനാണ് ശരിക്കും. എപ്പോഴും നമുക്ക് ഏറ്റവും സേഫ് നാച്ചുറൽ ഇൻസുലിൻ, ഹ്യൂമൻ്റെ ഇൻസുലിനുമായിട്ട് ഏറ്റവും സാമ്യമുള്ള നാച്ചുറൽ ഇൻസുലിനാണ് ഏറ്റവും ബെസ്റ്റ്. കാരണം ഈ ചേഞ്ച് വന്നു കഴിയുമ്പോൾ അതിനോട് ഇമ്മ്യൂൺ റിയാക്ഷൻ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ എന്താണെന്ന് ചോദിച്ചാൽ ഈ ഷുഗർ കൺട്രോളും ബുദ്ധിമുട്ടാകും. മറ്റ് ഒരു ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസസ് പോലെയുള്ള ആർത്രൈറ്റിസ് അങ്ങനെയൊക്കെ വരാനുള്ള സാധ്യതയുണ്ട്. കാരണം ഈ നാച്ചുറൽ അല്ലല്ലോ എടുക്കുന്ന ഇൻസുലിൻ, അതുകൊണ്ട് ഈവൻ ലോക്കൽ റിയാക്ഷനും ഒക്കെ കുറച്ചുകൂടെ കൂടുതലായിരിക്കും. അപ്പം ഇദ്ദേഹത്തിന് വരുമ്പോൾ എന്താണെന്ന് വെച്ചാൽ ഡയബറ്റീസ് ഉണ്ട്, പിന്നെ കാലും കൈയും ഭയങ്കരമായിട്ട് സ്വെറ്റ് ചെയ്യുക, അത് ഭയങ്കര ഇങ്ങനെ നമുക്ക് വർക്ക് ചെയ്യാൻ തന്നെ, കമ്പ്യൂട്ടർ വർക്ക് ചെയ്യാൻ പോലും അദ്ദേഹത്തിന് ബുദ്ധിമുട്ടുണ്ടാകുന്നു. പിന്നെ അലർജിക് റിയാക്ഷന്, തലവേദന. അപ്പം നമ്മൾ ഇത് ടെസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ നമ്മൾ ഈ 18ാം വയസ്സ് തുടങ്ങിയ ഇൻസുലിൻ ഇഞ്ചക്ഷനാണല്ലോ, ഇപ്പോൾ 26 വയസ്സായി. അപ്പം ആദ്യത്തെ നമ്മൾ ടെസ്റ്റുകളിൽ നോക്കുമ്പോൾ ഈ ഇൻസുലിനൊക്കെ എടുക്കുന്നുണ്ടെങ്കിലും 9.5 HbA1c ലെവല്. അതുപോലെ ഷുഗർ ലെവലും വെരി ഹൈ ആണ്, 232 ഉണ്ട്. ഇൻസുലിൻ ലെവലും ഹൈ ആണ്, 65 ഉണ്ട്. അപ്പോൾ ഇൻസുലിൻ ഇഞ്ചക്ഷൻ എടുക്കുകയാണ്. അപ്പോൾ ഇൻസുലിൻ ഇഞ്ചക്ഷൻ എടുക്കുമ്പം ഇൻസുലിൻ ബോഡി പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടോ എന്നറിയാൻ ഇൻസുലിൻ നോക്കിയാൽ പറ്റിയല്ല. കാരണം നമ്മൾ ഇഞ്ചക്ട് ചെയ്ത ഇൻസുലിൻ ആയിരിക്കും ചിലപ്പം അറിയുന്നത്. അപ്പം അദ്ദേഹത്തിൻ്റെ C-പെപ്റ്റൈഡ് 1.89. അപ്പം അതിൻ്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ ബോഡി ആവശ്യത്തിന് ഇൻസുലിൻ ഉണ്ടാക്കുന്നുണ്ട്, പക്ഷെ ഇൻസുലിൻ വെരി റെസിസ്റ്റൻ്റ് ആണ്. ഇപ്പം 65 ഇൻസുലിൻ ഉള്ളപ്പോഴും 232 അദ്ദേഹത്തിൻ്റെ ഷുഗർ ലെവൽ. അതിൻ്റെ അർത്ഥം ഇൻസുലിൻ റെസിസ്റ്റൻസ് ആണ്. ഇത് ടൈപ്പ് 2 ഡയബറ്റീസ് ആണ്. C-പെപ്റ്റൈഡ് നോർമലാണ്, ഇൻസുലിൻ ഹൈ ആണ്, ഷുഗറും ഹൈ ആണ്. അപ്പോൾ ഇത് ടൈപ്പ് 2 ഡയബറ്റീസ് ആണെന്നുള്ളത് അതിനകത്ത് ക്ലിയർ ചെയ്യുകയാണ്. അതിൻ്റെ കൂടെ അദ്ദേഹത്തിന് കൊളസ്ട്രോള്, ട്രൈഗ്ലിസറൈഡ് ഒക്കെ 327 ഉണ്ട്. അങ്ങനെ ഞാൻ ബാക്കിയുള്ളതിലേക്കും കൂടെ പോകുന്നില്ല. ബാക്കിയുള്ള പല പാരാമീറ്റേഴ്സിലും വ്യത്യാസങ്ങളുണ്ട്. വൈറ്റമിൻസ് കുറവുണ്ട്, HSCRP, CRP, ഇൻഫ്ലമേറ്ററി മാർക്കേഴ്സ് ഒക്കെ കൂടുതലുണ്ട്. ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ് നമ്മൾ എടുത്തത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് കൊടുത്ത് ഇൻസുലിൻ ആവശ്യത്തിനുള്ളതുകൊണ്ട് അന്ന് തന്നെ നമ്മൾ തുടങ്ങുന്ന ദിവസം തന്നെ ഇൻസുലിൻ ഇഞ്ചക്ഷൻസ് നിർത്തി. എന്നിട്ട് നമ്മൾ 4 ടൈംസ് വീട്ടിൽ ഇരുന്ന് നോക്കണമെന്നാണ്. ഷുഗർ എന്തെങ്കിലും കൂടുവാണെങ്കിൽ മാത്രം കഴിക്കാൻ, പ്രത്യേകിച്ച് ഈ ഷുഗറിനെ പുറത്തേക്ക് കളയുന്നത്, അതായത് ഷുഗറിനെ മാറ്റി, ചില മരുന്നുകൾ ഷുഗറിനെ മാറ്റി ഫാറ്റാക്കി സ്റ്റോർ ചെയ്യുകയാണ്. അതായത് ഷുഗർ കുറയ്ക്കാൻ വേണ്ടി എക്സസ് ഷുഗറിനെ മാറ്റി ഫാറ്റാക്കി സ്റ്റോർ ചെയ്യുകയാണ് ഒരു ടൈപ്പ് ഓഫ് ഡയബറ്റിക് മെഡിസിൻസ്. ഇൻസുലിൻ അങ്ങനെയാണ്. ഇൻസുലിൻ നമ്മൾ ഭക്ഷണം കഴിക്കുന്നു, അപ്പോൾ തന്നെ അതിനെ മാറ്റി ഫാറ്റാക്കി കൊണ്ടുവയ്ക്കുന്നു. അപ്പം ഇൻസുലിൻ്റെ ഒരു പ്രോബ്ലം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതുകൊണ്ട് ഇൻസുലിൻ ഫാറ്റ് വെയിറ്റ് കൂടിക്കൊണ്ടിരിക്കും. അപ്പോൾ ഇദ്ദേഹത്തിന് ഇതിൻ്റെ ഈ 9.5 നിന്ന് ഒരാഴ്ചയായപ്പോൾ തന്നെ 8.8 ഷുഗർ കുറഞ്ഞു. നെക്സ്റ്റ് സമ്മറി പറയുകയാണെങ്കിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ 124 മാസമായപ്പോഴേക്കും അദ്ദേഹത്തിൻ്റെ HbA1c 4.8 എത്തി. ഷുഗറിൽ ഈ 4 നേരം ഇൻസുലിൻ എടുത്തിട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റാതെ ഇരുന്ന ഷുഗർ ഇൻസുലിൻ ഒന്നുമില്ലാതെ 4.8 വരാൻ പറ്റി. അദ്ദേഹത്തിൻ്റെ ശരിക്കും തുമ്മലും ഈ തലവേദനയും ആക്ച്വലി
വിതിൻ എ വീക്ക് മാറി എന്നുള്ളതാണ്. ആ ഇൻസുലിൻ്റെ സൈഡ് ഇഫക്റ്റ് ആയിട്ട് വന്നിരുന്നത്, അതൊരു ഇൻസുലിൻ അനലോഗാണല്ലോ എടുത്തിരുന്നത്. ആ ഇൻസുലിൻ അനലോഗിൻ്റെ ഒരു സൈഡ് ഇഫക്റ്റാണ് ഈ നമ്മൾ അതൊക്കെ എടുക്കുന്നവരും ഇങ്ങനെ ഉണ്ടെങ്കിൽ ശ്രദ്ധിച്ച് നോക്കുക, ചെക്ക് ചെയ്ത് നോക്കുക. ഈ ടൈപ്പ് ഓഫ് ഇൻസുലിൻ്റെ അനലോഗ്സിലെ ചില ഇതിൻ്റെ ഒരു സൈഡ് ഇഫക്റ്റാണ് അലർജിക് റിയാക്ഷൻ, മൂക്കടപ്പ്, അതുപോലെ തലവേദന ഒക്കെ വരുത്താവുന്നതാണ്. അപ്പോൾ ഇതാണ്. അപ്പം ഈ പേഷ്യൻ്റ് അത് കഴിഞ്ഞിട്ട് നമുക്ക് അവരുടെ വേറെ റിലേറ്റീവ്സും ഒക്കെ ഇവിടെ എൻ്റെ അടുത്ത് ട്രീറ്റ്മെൻറ്റ് വരുന്നുണ്ട്. ആക്ച്വലി ഒരു ഫ്യൂ മന്ത്സ് മുൻപ് വന്നിരുന്നു. അദ്ദേഹത്തിനെല്ലാം കറക്റ്റായി. പിന്നെ 3 മാസം ഈ 120 കഴിഞ്ഞിട്ട് ഞാൻ അദ്ദേഹത്തെ വരണ്ട വന്നിട്ടില്ല. അപ്പം ഞാൻ അവരുടെ ഫാമിലിയിൽ നിന്നുള്ളവർ വരുമ്പോൾ ചോദിക്കാറുണ്ട്. അപ്പോൾ ഒരു കുഴപ്പമില്ലാതെ ഷുഗറും ഒക്കെ മാനേജ് ചെയ്യുന്നു. ആക്ച്വലി അദ്ദേഹത്തിൻ്റെ വെയിറ്റും കുറഞ്ഞു. ആക്ച്വലി ഇനിഷ്യലി കാണുമ്പം ഒത്തിരി വെയിറ്റ് കൂടുതലുണ്ടായിരുന്നു. അതും കുറച്ച് പെർഫെക്റ്റായിട്ട് പുള്ളിക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഈവൻ 4 ഇയേഴ്സ് 3 ഇയേഴ്സായി മാനേജ് ചെയ്യുന്നുണ്ട്. ഡോക്ടർ പറഞ്ഞു ഇങ്ങനെ 4 തവണ ഇൻസുലിൻ എടുക്കുന്ന ഒരു പേഷ്യൻറ്റിൻ്റെ കാര്യമാണ് പറഞ്ഞത്. ഇങ്ങനെ 4 തവണ ഇൻസുലിൻ എടുക്കുന്ന പേഷ്യൻ്റ് ഇൻസുലിൻ നിർത്തുന്നു എന്നുള്ളത് കേട്ടാൽ സാധാരണഗതിയിൽ ആ പേഷ്യൻറ്റിൻ്റെ കൂടെ ഉള്ളവരോ അല്ലെങ്കിൽ ആ പേഷ്യൻറ്റിനെ ട്രീറ്റ് ചെയ്യുന്ന ഡോക്ടറാണെങ്കിലും നാച്ചുറലി അവർക്ക് ഭയങ്കര ഒരു അപ്സെറ്റിംഗ് ആയിട്ട് വരും. അപ്പം നമ്മളിപ്പം പേഷ്യൻസിൻ്റെ കാര്യങ്ങൾ ഈ സ്റ്റഡി ചെയ്യുമ്പോൾ മനസ്സിലാവുന്നത്, ഒരു പേഷ്യൻ്റ് ഡയബറ്റീസിന് മരുന്നെടുത്ത് തുടങ്ങിയാൽ എല്ലാ തവണയും ഡോക്ടർ കറക്റ്റായിട്ട് പറയും മരുന്ന് മുടങ്ങാതെ കഴിക്കണം, എക്സർസൈസ് കറക്റ്റായിട്ട് ചെയ്യണം, ഫുഡ് കൺട്രോൾ ചെയ്യണം, ഉറക്കവും സ്ട്രെസ്സിൻ്റെ കാര്യങ്ങളൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കണം, ഇതെല്ലാം പറയുന്നു. അപ്പോൾ മരുന്ന് മുടങ്ങാതെ കഴിക്കണം എന്നുള്ളത് ഒരു പ്രൈമറി തിങ്ങാണ്. ഡോക്ടർ പറയുന്നതിൽ ഒരു തെറ്റുമില്ല. എന്താണെന്ന് വെച്ചാൽ മരുന്ന് മുടക്കിയാൽ ഗ്ലൂക്കോസ് കൂടും എന്നുള്ളതാണ് എല്ലാവരും കാണുന്നത്. അപ്പോൾ അങ്ങനത്തെ സാഹചര്യത്തിൽ ഒരു പേഷ്യൻ്റ് ഇൻസുലിൻ നിർത്തണമെന്ന് പറയണ്ട, എനിക്ക് മരുന്ന് നിർത്തണം, മരുന്ന് നിർത്തിയാൽ കൊള്ളാമെന്നുണ്ട്, എന്താ കാര്യമെന്ന് വെച്ചാൽ എനിക്ക് മരുന്ന് കഴിക്കാൻ താല്പര്യമില്ല എന്നുള്ളത്. അങ്ങനെയാണെങ്കിൽ, മരുന്ന് കഴിക്കാൻ എനിക്ക് താല്പര്യമില്ല എന്നുള്ളതാണെങ്കിൽ ആ ഡോക്ടർ എന്ത് ചെയ്യും? ബിക്കോസ് ഡോക്ടർ മരുന്ന് തുടരെ കഴിക്കണമെന്ന് പറയുന്ന, അപ്പം ആ ഡോക്ടർ ശരിക്കും പറഞ്ഞാൽ ചെയ്യാൻ പറ്റുന്ന കാര്യം എന്താ? അത് നിങ്ങൾ ഈ പറഞ്ഞ പോലെ നിങ്ങൾ എക്സസൈസ് ചെയ്ത് നിങ്ങളുടെ ഫുഡൊക്കെ കൺട്രോൾ ചെയ്ത് ഉറക്കവും സ്ട്രെസ്സും ഒക്കെ കൺട്രോൾ ചെയ്ത് നമ്മൾക്ക് നോക്കാം, ഗ്ലൂക്കോസ് നോക്കാം, മരുന്ന് അങ്ങനെ നോക്കിയിട്ട് മരുന്ന് കുറയ്ക്കാം എന്ന് പറയും. അപ്പം സാധാരണ എക്സ്പീരിയൻസ് എന്താ? ഒരു കാരണവശാലും ഈ ഗ്ലൂക്കോസ് കുറയുന്നില്ല. എന്താണെന്ന് വെച്ചാൽ 7 പേരിൽ 6 പേർക്കും ഗ്ലൂക്കോസ് കുറയുന്നില്ല, കൺട്രോൾ ഇല്ല. അപ്പം അങ്ങനെ ഇരിക്കെ ശരിക്കും പേഷ്യൻസ് എന്താണ് ചെയ്യേണ്ടത്? പേഷ്യൻസ് എന്ത് രീതിയിൽ ചിന്തിച്ചാലാണ് അവർക്കൊരു കോൺഫിഡൻ്റ് ആയിട്ട് അവരുടെ ആഗ്രഹം, വെതർ മരുന്ന് നിർത്തലോ അല്ലെങ്കിൽ ഇൻസുലിൻ നിർത്തലോ ചിന്തിക്കണമെങ്കിൽ? ബേസിക്കലി ഇപ്പം സ്റ്റാറ്റിസ്റ്റിക്സ് കാണിക്കുന്നത് ഡയബറ്റീസ് പേഷ്യൻ്റ് 6-7 പേരിൽ 6 പേരിനും കൺട്രോളല്ല. ഈ കൺട്രോളെന്ന് പോലും നമ്മൾ പറയുന്നത്, ഞാനൊക്കെ പഠിക്കുന്ന കാലത്ത് നമ്മൾ SPONC ഒന്നുമില്ല, പക്ഷെ എന്നാൽ SPONC ഒക്കെ വന്നപ്പം എല്ലാവരും ഒരു അറൗണ്ട് 6 ആയിരുന്നു നമ്മൾ കൺട്രോൾ എന്ന് പറഞ്ഞിരുന്നത്. പിന്നെ അത് 7 ആക്കി. ഇത് അമേരിക്കൻ മെഡിക്കൽ ഡയബറ്റിക് അസോസിയേഷൻ എന്തുമാണ് ഈ കണക്കുകൾ ഇങ്ങനെ ആരാണ് കൺട്രോൾ എന്നുള്ളത് ഫിക്സ് ചെയ്യുന്നത്. അപ്പം ഒരു കാലത്ത് 6 ആയിരുന്നു കൺട്രോൾ എന്ന് പറയുന്നത്, പിന്നെ ആർക്കും കൺട്രോൾ ആകുന്നില്ലാത്തതുകൊണ്ട് 7 ആക്കി HbA1c ലെവല്. പിന്നെ ഇപ്പം 8 കൺട്രോളായിട്ട് കണക്കാക്കുന്നത്. ഇപ്പം 5.7 HbA1c വന്നാൽ അത് പ്രീ ഡയബറ്റിക്കായി, 6.4 മുകളിലേക്ക് വന്നാൽ ഡയബറ്റിക്കായി. അപ്പം 8 ആയാലും ഒരു കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. ഇപ്പം 8 പോലും കൺട്രോൾ 7-6 പേർക്കും കിട്ടുന്നില്ല. അതാണ് സിറ്റുവേഷൻ.
ഇത് മനസ്സിലാക്കിയിട്ടാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മരുന്നുകൾ കൊണ്ട് ഇത് മാറ്റാൻ ടൈപ്പ് 2 ഡയബറ്റീസിന് പരിഹാരം അല്ല എന്ന് മനസ്സിലാക്കിയത് കൊണ്ടാണ് നമ്മൾ ഈ ക്ലിനിക്കലി സപ്പോർട്ടഡ് ലൈഫ് സ്റ്റൈൽ കറക്ഷൻ തന്നെ ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. കാരണം അതിന് ഡയബറ്റീസിന് മാത്രമല്ല, ഇതിൻ്റെ എല്ലാം റൂട്ട് കോസ് പണ്ട് നമുക്ക് അറിയില്ലായിരുന്നു ഇതിൻ്റെ കാരണം എന്താണെന്ന് തന്നെ. ഇപ്പം 1981 ഞാനൊക്കെ MBBS പഠിക്കാനൊക്കെ തുടങ്ങുന്ന കാലത്ത് എല്ലാവരും കണക്കാക്കുന്നത് ഇൻസുലിൻ്റെ കുറവാണ് എല്ലാ ഡയബറ്റീസിനും കാരണം എന്നാണ്. പക്ഷേ ഇന്ന് നമുക്ക് ടെസ്റ്റുകളുണ്ട്. അന്ന് HbA1c ഇല്ല, ഇൻസുലിൻ ലെവൽ ടെസ്റ്റ് ചെയ്യാൻ പറ്റില്ല, C-പെപ്റ്റൈഡ് എന്നുള്ളൊരു കാര്യം കേട്ടിട്ട് പോലുമില്ല. പക്ഷേ ഇന്ന് നമുക്ക് സയൻസും ലാബ് ടെക്നോളജിയും ഡയഗ്നോസ്റ്റിക്സും ഒത്തിരി വളർന്ന് നമുക്ക് കാര്യം അറിയാം. അപ്പം ഇൻസുലിൻ എടുത്തുകൊണ്ടിരിക്കുന്നവരും ഡയബറ്റിക് പേഷ്യൻസും നമ്മൾ വെറുതെ നമുക്ക് നിർത്താൻ പറ്റില്ല. കാരണം ഒരു നേരം നമ്മൾ ഇൻസുലിൻ എടുത്തില്ലെങ്കിൽ ഭക്ഷണം കഴിച്ച് കഴിയുമ്പോഴേക്കും ഷുഗർ കൂടുന്നത് നമുക്ക് കാണാം. അപ്പം ഭക്ഷണം കഴിച്ചു കഴിയുമ്പോഴാണ് ഷുഗർ കൂടുന്നത്. അതുപോലെ എക്സസൈസ് ഇൻസുലിനും എടുത്ത് ഭക്ഷണം കഴിക്കാതെ ഇരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പം ഇൻസുലിൻ താന്നു പോയി തലകറക്കം വരും. അതുപോലെ മരുന്ന് കഴിക്കുന്ന ആൾക്കാർക്ക് ചിലപ്പം തലകറക്കം, ഇൻസുലിൻ ഹൈപ്പോഗ്ലൈസീമിയാണ് ഏറ്റവും വലിയ പ്രോബ്ലം ആയിട്ട് വരുന്നത്. അപ്പം അത് നമ്മൾ മോണിറ്റർ ചെയ്തുകൊണ്ട് എന്താണെന്ന് മനസ്സിലാക്കി ഒരു ലൈഫ് സ്റ്റൈൽ കറക്ഷൻ ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് കറക്റ്റായിട്ട് അറിയില്ലാത്തത് കൊണ്ടാണ് നമ്മൾ ഈ ലൈഫ് സ്റ്റൈൽ ഡിസീസിനൊക്കെ മരുന്ന് തരേണ്ടി വരുന്നത്. അപ്പോൾ അതൊരു സിസ്റ്റമാറ്റിക് ആയിട്ട് ചെയ്യുന്ന ഒരു മെത്തഡോളജിയാണ് ഈ CSLC CAP എന്ന് പറയുന്നത്. CSLC CAP എന്ന് പറയുമ്പം ക്ലിനിക്കലി സപ്പോർട്ടഡ് വിത്ത് ലൈഫ് സ്റ്റൈൽ കറക്ഷൻ വിത്ത് സെൽ ആക്ടിവേഷൻ പ്രോട്ടോക്കോൾ. ഞാൻ അതാണ് പ്രാക്ടീസ് ചെയ്യുന്നത്. അതിൽ നമ്മൾ ഇൻസുലിൻ നിർത്തിവെച്ചിട്ട് നമ്മൾ വെറുതെ ഷുഗർ നോക്കാതെ ഇരിക്കുകയല്ല ചെയ്യുന്നത്. 8 മണിക്ക് നമ്മൾ ഇൻസുലിൻ എടുക്കാതെ ഇപ്പം നമ്മൾ തുടങ്ങുവാണെങ്കിൽ 8 മണിക്ക് ഷുഗർ നോക്കി വീണ്ടും 10 മണിയാകുമ്പോൾ വീണ്ടും ഷുഗർ നോക്കുന്നുണ്ട്, പോസ്റ്റ് പ്രാൻഡിയലും നോക്കുന്നുണ്ട്. അത് കുറയുന്നു എന്ന് ഉറപ്പാക്കിക്കൊണ്ട്. അതുകൊണ്ട് നമുക്ക് ഒന്നും പേടിക്കേണ്ട കാര്യമില്ല. മോണിറ്ററിങ്ങോടെ ചെയ്യുമ്പോൾ ഒരു ഡോക്ടറിൻ്റെ മോണിറ്ററിങ്ങും ക്ലിനിക്കൽ സപ്പോർട്ടും ഒക്കെ കിട്ടിക്കൊണ്ട് ചെയ്യുമ്പോൾ നമ്മൾ വറി ചെയ്യേണ്ട കാര്യമില്ല. കാരണം കൂടുന്നുണ്ടെന്ന് നമുക്കറിയാം. എപ്പം വേണേലും ഏത് മരുന്നും വേണേലും നമുക്ക് എടുക്കാമല്ലോ. അപ്പം കുറഞ്ഞ് നിർത്തിക്കൊണ്ട് ഉറപ്പാക്കിക്കൊണ്ട് വേണം നമ്മളിതൊക്കെ ചെയ്യാനായിട്ട്. ഇങ്ങനെ ഈ ലൈഫ് സ്റ്റൈൽ കറക്ഷൻ വെച്ച് നമ്മൾ ഇങ്ങനെ ഗ്ലൂക്കോസ് ലെവൽസ് മരുന്നില്ലാതെ അല്ലെങ്കിൽ ഇൻസുലിൻ ഇല്ലാതെ മാനേജ് ചെയ്ത് കറക്റ്റ് ചെയ്ത് പോവുകയാണെങ്കിൽ ആ പേഷ്യൻ്റ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ ക്ലിനിക്കലി സപ്പോർട്ടഡ് ലൈഫ് സ്റ്റൈൽ കറക്ഷൻ എന്ന് പറയുമ്പോൾ അതൊരു മാക്സിമം 3 months അല്ലെങ്കിൽ അങ്ങനെ ഒരു പീരീഡിനാണല്ലോ. അപ്പം അങ്ങനെ ഇരിക്കുമ്പോൾ ആ ടൈം കഴിയുമ്പോൾ അവർ വീണ്ടും അവർക്ക് ആ മോണിറ്ററിങ് ഇല്ലാത്തതുകൊണ്ട് അവർക്ക് കോൺഫിഡൻ്റ് ആയിട്ട് എങ്ങനെയാണ് അവർക്ക് അത് കൺട്രോൾ ചെയ്ത് അല്ലെങ്കിൽ മാനേജ് ചെയ്ത് അല്ലെങ്കിൽ ഇല്ലാതെയാക്കി പോകാൻ പറ്റുക. നമ്മൾ ഒരു 3 to 6 months ആണ് ക്ലിനിക്കലി സപ്പോർട്ടഡ് ലൈഫ് സ്റ്റൈൽ കറക്ഷൻ്റെ ആദ്യം 3 മാസം 90 days നമ്മൾ പേഷ്യൻ്റ് ഔട്ട് പേഷ്യൻ്റായിട്ട് ട്രീറ്റ് ചെയ്യുന്നവരാണെങ്കിലും, അതായത് ഒപ്പിൽ വന്ന് പോയാൽ മതി, ശരിക്കും ഇതിന് അഡ്മിഷൻ്റെ ആവശ്യം വരുന്നില്ല. അങ്ങനെയുള്ളവർക്ക് ഒരു റെസിഡൻഷ്യൽ ഫെസിലിറ്റിയിലുള്ളവർക്ക് കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് ഫോളോ ചെയ്യാൻ പറ്റുമായിരിക്കും. പക്ഷേ ഡെഫിനറ്റ്ലി അല്ലാത്തവരും സാറ്റിസ്ഫാക്ടറി ആയിട്ട് തന്നെ മാനേജ് ചെയ്യാൻ അവർക്കും പറ്റുന്നുണ്ട്. അപ്പോൾ അത് ഓൺലൈനായിട്ട് ടെലിമെഡിസിനായിട്ട് നമ്മൾ ഫോളോ ചെയ്യുന്നുണ്ടാകും. അവർ ആ ഷുഗർ കൺട്രോൾ ആകുന്നത് വരെ ഡെയിലി തന്നെ ഫോളോ അപ്പ് ഉണ്ടാവും. അപ്പോൾ ഒരു 2-3 ദിവസം കൊണ്ട് തന്നെ പേഷ്യൻ്റ് ഷുഗർ കൺട്രോൾ ആകുമ്പോൾ അവരുടെ ആൻസൈറ്റി പോയി. മരുന്ന് തീർന്നു കഴിയുമ്പോൾ പിന്നെ മരുന്നില്ലാതെ വരുമ്പോൾ ഷുഗർ താന്നു പോകുന്നതിൻ്റെ ഒരു ആൻസൈറ്റി പ്രശ്നങ്ങൾ വരുന്നില്ല. ഞാൻ അത് കഴിഞ്ഞിട്ട് എന്ത് സംഭവിക്കും എന്നുള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ, അപ്പോൾ ഈ 3 മാസം കൊണ്ട് അവർ പഠിച്ചു. പിന്നത്തെ 3 മാസം കൊണ്ട് അവരുടെ ഈ സപ്പോർട്ടുകൾ കുറച്ചുകൊണ്ട് വരും. പക്ഷേ ഫോളോ അപ്പ് നമ്മൾ ലൈഫ് ലോങ് തന്നെ കൊടുക്കുന്നുണ്ട്. അത് ആദ്യത്തെ 6 months കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓരോരുത്തരുടെ രോഗം അനുസരിച്ച് മന്ത്ലി അല്ലെ 3 months കൂടുമ്പോഴോ ഇയർലി 1 year ഇയർലി എങ്കിലും മിനിമം ഫോളോ അപ്പ് വേണമെന്നുള്ള. കാരണം ലൈഫ് സ്റ്റൈലല്ലേ, നമ്മളിപ്പോൾ എത്രയാണേലും തെറ്റിക്കും. കുറച്ച് പല പല പ്രോഗ്രാംസ് വരും, ട്രിപ്പ് വരും. അപ്പോൾ ഒക്കെ നമ്മൾ കുറച്ച് കൂടുതൽ കാർബൊക്കെ എടുക്കും. അതൊക്കെ ഒരു പാട്ടാണ്. അപ്പോൾ അത് തിരിച്ചു പിടിക്കാനായിട്ടുള്ള ഒരു ഇതും കൂടെയാണ്. ഞാനതിൽ അത് എങ്ങനെയാണത് മാനേജ് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നുള്ളതിന് ഞാനൊരു എക്സാമ്പിൾ തന്നെ പറയാം. ഇപ്പം ഇതൊരു 72 വയസ്സുള്ള പേഷ്യൻ്റാണ്. അദ്ദേഹത്തിന് ഡയബറ്റീസ് തുടങ്ങിയിട്ട് 35 വർഷമായി. പിന്നെ ഹൈപ്പർ ടെൻഷനുണ്ട്, കൊളസ്ട്രോളുണ്ട്. ഇദ്ദേഹം എൻ്റെ അടുത്ത് വരുന്നത് 1 year, 1.5 year, ഓൾമോസ്റ്റ് 1 year ബാക്കാണ്. യെസ്.
അപ്പം അതിന് 2025 വരുന്നു. 24 അദ്ദേഹത്തിന് ഒരു ബൈപ്പാസ് സർജറിയും കഴിഞ്ഞു. ഇപ്പം ഡയബറ്റീസ് ഇദ്ദേഹം ട്രീറ്റ്മെൻറ്റിനായിട്ട് ആക്ച്വലി ഇതൊരു US നിന്നുള്ള പേഷ്യൻ്റാണ്. അവരിവിടെ വരാൻ വർഷങ്ങളായിട്ട് അമേരിക്കയിൽ സെറ്റിൽഡ് ആയിട്ടാണ്. അപ്പോൾ അവർ ഈ ബൈപ്പാസ് വേണമെന്ന് പറഞ്ഞപ്പോൾ തന്നെ വരണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ ഈ ട്രാവലൊക്കെ ചെയ്ത് വരുമ്പോഴേക്കും മക്കളൊക്കെ ഡോക്ടേഴ്സാണ്. ഇനി പ്ലെയിനിലൊക്കെ ഇരിക്കുമ്പോൾ എന്തെങ്കിലും വന്ന് പറ്റിപ്പോയാലെന്നുള്ള ഫിയർ വെച്ചിട്ട് അന്ന് വന്നില്ല. ബൈപ്പാസ് അണ്ടർഗോ ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഇപ്പം പ്രശ്നം എന്താണെന്ന് വെച്ചാൽ കാലിലേക്കുള്ള രക്തക്കുഴലുകൾ ബ്ലോക്കായി അവിടെ സ്റ്റെൻറ്റ് ഇടണം. ഒട്ടും നടക്കാൻ പറ്റുന്നില്ല. ഒരു 10 അടി വെച്ച് കഴിയുമ്പോഴേക്കും നിൽക്കേണ്ട വരുന്നു. അദ്ദേഹത്തിന് നമ്മൾ ട്രീറ്റ്മെൻറ്റ് തുടങ്ങി. ഈ നമ്മൾ HbA1c ഈ മരുന്നിലൊക്കെ ഉണ്ട്. നമ്മൾ അമേരിക്കൻ സ്റ്റാൻഡേർഡ് അനുസരിച്ച് 7.1 കൺട്രോൾഡാണ്, 7.1 കൺട്രോൾഡാണ്, 80 താഴെയാണല്ലോ. പക്ഷേ കൊളസ്ട്രോൾ കൂടുതലാണ്. ട്രൈഗ്ലിസറൈഡ് 355 ആണ്. ഇതിനൊക്കെ മരുന്നെടുക്കുന്നുണ്ട്. BP-ക്കും കൊളസ്ട്രോളിനും ഡയബറ്റീസിനും എല്ലാം മരുന്നുണ്ടായിട്ടും ഇതൊന്നും കൺട്രോൾഡ് അല്ല. ഇദ്ദേഹം ഒരു മാസം കൊണ്ട് തന്നെ ഒരു മാസം ആയപ്പോഴേക്കും അദ്ദേഹത്തിൻ്റെ HbA1c മരുന്നില്ലാതെ 6.5 വന്നു. 90 ഡേയ്സ് ആയപ്പോഴേക്കും 5.8 വന്നു. അവർ ശരിക്കും 1 മന്ത് ഇവിടെ സ്റ്റാർട്ട് ചെയ്ത് ട്രീറ്റ് ചെയ്ത് വെച്ചിട്ട് പോകാൻ വന്നതാണ്. പക്ഷേ അവർ 3 മന്ത്സ് വരെ നിന്നു. 2 മന്ത്സ് ആയപ്പോഴേക്കും തന്നെ കാലിലെ രക്തയോട്ടത്തിൻ്റെ അത് നമുക്ക് രക്തയോട്ടം കാലിലെ രക്തക്കൊഴലുകളിൽ കൂടുന്നുണ്ട്. പ്രശ്നം ഡയബറ്റീസ് അല്ലല്ലോ. അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ പ്രോബ്ലം എന്ന് പറയുമ്പോൾ നടക്കാൻ പറ്റുന്നില്ലെന്നുള്ളതാണ്. അപ്പം നടക്കാറായി. അത് കഴിഞ്ഞിട്ട് ഡോപ്ലർ സ്റ്റഡി ചെയ്തപ്പോഴേക്കും രക്തക്കൊഴലുകൾ ഓപ്പണായി. അത് ഫ്ലോ കൂടി. അത് മതിയല്ലോ, നമുക്ക് സിംറ്റം മാറണം. അതിനൊരു തെളിവും കണ്ടു. പിന്നെ ഷുഗറിൻ്റെ 5.8 ആയി. അത് കഴിഞ്ഞിട്ട് അവർ പോയി. 3 മാസം കഴിഞ്ഞ് പോയി. അവർ കുറച്ച് നാളത്തേക്കും കൂടെ സപ്പോർട്ടൊക്കെ 3 മാസത്തേക്കും കൂടെ മേടിച്ചുകൊണ്ടൊക്കെ പോയി. പിന്നെ ഇടയ്ക്ക് അവിടെ നിന്നാണേലും കൊറിയറായിട്ടും അമേരിക്കയിലേക്കാണേലും നമുക്ക് കൊറിയർ സെൻഡ് ചെയ്യാം. എവറി മന്ത് എന്ന് പറഞ്ഞൊരു ഫോളോ അപ്പും ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ ഈ ഇയറിൽ ഇപ്പം അദ്ദേഹം വീണ്ടും ഫോളോ അപ്പിന് വേണ്ടിയിട്ട് വന്നു. അപ്പം നോക്കുമ്പോഴും HbA1c അദ്ദേഹത്തിന് 6.1 നിർത്താൻ പറ്റുന്നുണ്ട്. ഒരു മരുന്നില്ലാതെ ഡയബറ്റീസിൻ്റെ മരുന്നില്ലാതെ ആക്ച്വലി ലാസ്റ്റ് ഫ്യൂ മന്ത്സിൽ അദ്ദേഹത്തിന് ഒരു സപ്പോർട്ടും ഇല്ലായിരുന്നു. ഒരു 3 മാസത്തേക്ക് എല്ലാം തീർന്നായിരുന്നു. സെൽഫ് മാനേജ് ചെയ്യായിരുന്നു. ടോട്ടലി സെൽഫ് മാനേജ് ചെയ്യായിരുന്നു. അതായത് ഫുഡിൻ്റെ കാര്യത്തിൽ. പിന്നെ എക്സസൈസ് പാറ്റേൺ ഒക്കെ പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. അതൊക്കെ എല്ലാം എങ്ങനെ മാനേജ് ചെയ്യണമെന്ന് പഠിപ്പിക്കുകയാണ് ഇതിനകത്ത് ചെയ്യുന്നത്. അദ്ദേഹം വന്നു. അത് ഈ ആക്ച്വലി ഏറ്റവും സന്തോഷമുണ്ടാക്കിയ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഈ കാലിന് വേദനയായിരുന്ന ആളാണല്ലോ. 72 വയസ്സ്, ഇപ്പോൾ 73 വയസ്സായി. അതേ ഈ ട്രിപ്പിന് വന്നപ്പം മലയാറ്റൂർ മല, അവർ ക്രിസ്ത്യൻസാണ്, മലയാറ്റൂർ മല കയറി 3rd or 4th സ്റ്റേഷൻ വരെ എത്തി. പക്ഷെ ഇപ്പം അദ്ദേഹം പറയുകയാണ് നട്ടുച്ചയായതുകൊണ്ട് ഭയങ്കര ചൂടായതുകൊണ്ട് പിന്നെ കയറുന്നില്ല എന്ന് വെച്ചു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈവനിങ് വല്ലതും ആണ് എനിക്ക് മുകളിൽ വരെ എത്താൻ പറ്റുമായിരുന്നു. കാലിൽ രക്തക്കൊഴലുകൾ ബ്ലോക്കായിട്ട് 10 അടി പോലും നടക്കാൻ പറ്റാത്ത ആളാണ് മലയാറ്റൂർ മല കയറുന്നത്. അപ്പം അങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു സാറ്റിസ്ഫാക്ഷനാണ് പേഷ്യൻ്റ് അങ്ങനെ പറയുമ്പോൾ തന്നെ. അപ്പം നമുക്ക് അത് ബൈപ്പാസും ചെയ്ത ആളാണ്. അപ്പം കാലിലെ രക്തക്കൊഴലുകൾ മാത്രമല്ല, ഹാർട്ടിലെ രക്തക്കൊഴലുകളും ഓപ്പൺ അപ്പ് ആയിട്ടുണ്ട്. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് ഈ മലയാറ്റൂർ മലയൊക്കെ കയറാനായിട്ടുള്ള ഒരു കോൺഫിഡൻസും വരുന്നു എന്നുള്ളതാണ്. നമ്മൾ ഈ കേട്ട കേസിൽ നമ്മൾ നോക്കുമ്പോൾ ശരിക്കും ആൾക്ക് ഡയബറ്റീസിൻ്റെ ഇഷ്യൂ ഉണ്ട്. അതുപോലെ തന്നെ കാർഡിയോ വാസ്കുലർ ഹാർട്ട് സംബന്ധമായിട്ടുണ്ട്, വാസ്കുലർ അസുഖമുണ്ട്. ദറ്റ് ഈസ് പുള്ളിയുടെ കാലിൻ്റെ ബ്ലഡ് വെസൽസും എഫക്റ്റഡാണ്. അപ്പം ശരിക്കും പറഞ്ഞാൽ എല്ലാ ബ്ലഡ് വെസൽസും എഫക്റ്റഡ് ആയിരിക്കണം. പേഷ്യൻസിന് മിക്കവാറും എല്ലാ സിസ്റ്റം എഫക്റ്റഡ് ആയിരിക്കും. ഇദ്ദേഹത്തിൻ്റെ ആണെങ്കിൽ ക്രിയാറ്റിൻ ആക്ച്വലി GFR ശരിക്കും 42 ഉണ്ടായിരുന്നുള്ളൂ. കിഡ്നി ഫങ്ഷൻ ഡൗൺ ആയിരുന്നു ഹാർട്ടിൻ്റെ കൂടാതെ. അപ്പോൾ കിഡ്നി ഫങ്ഷൻ ഓൾസോ ഇൻക്രീസ്ഡ്. 57 വന്നു. ഒരു മാസമായപ്പോൾ തന്നെ 42 GFR ഉണ്ടായിരുന്നത് 57 വന്നു. അതും ഒരു പരിധി വരെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുന്നുണ്ടായിരുന്നു. കിഡ്നി ഫങ്ഷനും എല്ലാ രക്തക്കൊഴലുകളെയും, ഹാർട്ടിൻ്റെ മാത്രമല്ല കാലിൻ്റേതുമല്ല, എല്ലാ രക്തക്കൊഴലുകളെയും ഡയബറ്റീസിൻ്റെ എഫക്റ്റ് ചെയ്യും. ഇപ്പോൾ ചെവിയെ എഫക്റ്റ് ചെയ്യുന്നത് കൊണ്ട് ഹിയറിങ് പലർക്കും കുറവായിരിക്കും. കണ്ണിനെ എഫക്റ്റ് ചെയ്യുന്നതുകൊണ്ട് റെറ്റിനോപ്പതി വരുന്നു. കിഡ്നിയെ എഫക്റ്റ് ചെയ്യുമ്പോൾ നെഫ്രോപ്പതി വരുന്നു. അപ്പം എല്ലാ സിസ്റ്റത്തെ എഫക്റ്റ് ചെയ്യുന്നുണ്ടെന്നുള്ളതാണ്. പിന്നെ ഒരു കാര്യം ഇതിൽ നമുക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ 3 മാസം അല്ലെങ്കിൽ ഫസ്റ്റ് മന്ത്
ആ ദിവസങ്ങളിൽ എല്ലാ ദിവസവും ഈ പേഷ്യൻറ്റിൻ്റെ സ്റ്റാറ്റസ് ഫോളോ അപ്പ് ചെയ്യുന്ന ഒരു രീതിയാണ്. അപ്പോൾ ശരിക്കും നമ്മുടെ സാധാരണഗതിയിൽ ഒരു ഡയബറ്റിസ് ആയിട്ട് ഒരു ബുദ്ധിമുട്ടുള്ള ഒരു പേഷ്യൻ്റ് ഒരു ഡോക്ടറിൻ്റെ അടുത്ത് ചെന്നാൽ ഇത് സാധ്യമല്ലല്ലോ. എന്താണെന്ന് വെച്ചാൽ ആ ഡോക്ടറിന് മരുന്ന് കൊടുക്കാം, അല്ലെങ്കിൽ അഡ്വൈസ് കൊടുക്കാം, പക്ഷേ ഇങ്ങനൊരു ഫോളോ അപ്പ് എന്നുള്ളത് ഇമ്പോസിബിൾ ആണല്ലോ. അപ്പം അങ്ങനത്തെ സാഹചര്യത്തിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പേഷ്യൻസ് എന്താണ് മനസ്സിലാക്കേണ്ടത്, ഡോക്ടേഴ്സ് എന്താണ് മനസ്സിലാക്കേണ്ടത്? ഇപ്പം നമ്മൾ സാധാരണ ഒരു പേഷ്യൻ്റ് ഇതിപ്പോൾ അതായത് മോഡേൺ മെഡിസിൻ മരുന്ന് അല്ലെങ്കിൽ ഇൻസുലിൻ ഇഞ്ചക്ഷനൊക്കെ എടുത്ത് ട്രീറ്റ് ചെയ്യുന്ന പേഷ്യൻസിന് ഒരു ആദ്യം ഒരു കൺട്രോൾ ആകുന്നുള്ളൂ. ഒത്തിരി ഇപ്പോൾ 400-500 ഒക്കെ ഷുഗർ നിൽക്കുന്നതാണെങ്കിൽ ഒരു ഫ്യൂ ഡേയ്സ് അഡ്മിറ്റ് ചെയ്ത് അതൊന്ന് കൺട്രോൾ ആയി കഴിയുമ്പോൾ വീട്ടിൽ വിടും. ആദ്യത്തെ 1-2 പ്രാവശ്യം 1 മാസം കഴിഞ്ഞിട്ട് വരാൻ പറയും. അത് കഴിഞ്ഞ് 3 മാസമായിരിക്കും ഏറ്റവും ഫ്രീ ചെയ്യുന്നത്. അതുപോലെ പല പേഷ്യൻസും ഒരു 3 മാസം കഴിഞ്ഞ് പിന്നെ ആ ഫോളോ അപ്പ് ഒന്നും നോക്കുന്നുണ്ടാവില്ല. വീട്ടിൽ ഇടയ്ക്ക് വേണമെങ്കിൽ ഒരു ഷുഗർ ഇടയ്ക്കൊന്ന് നോക്കും. ഇൻസുലിൻ എടുത്തുകൊണ്ടിരിക്കുന്നവർ പോലും പലപ്പോഴും വീട്ടിൽ പോലും റെഗുലറായിട്ട് നോക്കാതെ മരുന്നുകൾ ഇങ്ങനെ തുടർച്ചയായിട്ട് കഴിക്കും, ഫോളോ അപ്പ് ചെയ്യുന്നില്ല. പക്ഷേ ഡയബറ്റീസിനെ സംബന്ധിച്ചിടത്തോളം ഇൻസുലിൻ മാത്രമല്ല, അല്ലെ മരുന്ന് മാത്രമല്ല, അവർ ചെയ്യുന്ന ജോലി, അവർ ചെയ്യുന്ന ഭക്ഷണം, ഈ 3 ഘടകങ്ങളും ഈക്വലി ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം നമ്മൾ ഈ ക്ലിനിക്കലി സപ്പോർട്ടഡ് ലൈഫ് സ്റ്റൈൽ കറക്ഷൻ കൊടുക്കുന്നതിൽ പേഷ്യൻറ്റിനെ ബോധ്യപ്പെടുത്തി കൊടുക്കുകയാണ് ചെയ്യുന്നത്, അവരെ പഠിപ്പിച്ചു കൊടുക്കുകയാണ് അവരുടെ ബോഡി എങ്ങനെയാണ് റിയാക്ട് ചെയ്യുന്നത്. ഇപ്പം ചിലർ കരുതും ഈ സലാഡൊക്കെ, ഈ വെള്ളരിക്ക, നമ്മളുടെ കുക്കുംബറൊക്കെ ഇഷ്ടം പോലെ കഴിക്കുക, അതിനൊന്നും ഒരു കുഴപ്പമില്ലെന്നാണ്. പക്ഷെ നമ്മൾ ചില പേഷ്യൻസ് അണ്ടർ കൺട്രോൾ അല്ലാത്തൊരു കുക്കുംബർ കഴിച്ചാൽ മതി, ഷുഗർ ഷൂട്ടപ്പ് ചെയ്യും. അതപ്പോൾ ഈ 3 മാസം നമ്മൾ ഈ 3 മാസം വേണ്ട, പേഷ്യൻ്റ് മിക്കവാറും ഒരു 1-2 ആഴ്ച ആകുമ്പോഴേക്കും അവർ പഠിക്കും അവർക്ക് എങ്ങനെയാണ് വേണ്ടതെന്നുള്ളത്. പിന്നെ നമ്മൾ ഈ ആദ്യത്തെ മാസം കഴിഞ്ഞ് കഴിഞ്ഞാൽ ആദ്യം മാത്രം ആഴ്ചയിൽ ഫോളോ അപ്പ് ഉള്ളൂ, അത് കഴിഞ്ഞാൽ മന്ത്ലിയാണ്. അപ്പം റിസൾട്ട് കിട്ടാത്ത, നമ്മളുടെ ഒരു സാറ്റിസ്ഫാക്ടറി റിസൾട്ട് ഇല്ലെങ്കിൽ അവർ വീട്ടിൽ നിന്ന് HbA1c കൂടെ നമ്മൾ ചെക്ക് ചെയ്യിപ്പിക്കും. സാധാരണ HbA1c നമ്മൾ മോഡേൺ മെഡിസിൻ്റെ മറ്റേ മരുന്ന് ഉപയോഗിച്ച് നമ്മൾ ട്രീറ്റ് ചെയ്യുമ്പം 3 മാസം കൂടുമ്പോഴാണ് നോക്കുന്നത്. ഇതിലങ്ങനെയല്ല, തുടക്കത്തിലെ ആഴ്ചയിൽ നോക്കും, അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ മാസത്തിൽ നോക്കും. ആർക്കെങ്കിലും കൺട്രോൾ പോരാ, അവർ ശരിയാകുന്നില്ല, അതായത് അവരുടെ ഡയറ്റോ എക്സസൈസോ കറക്റ്റ് ആകുന്നില്ലാത്തപ്പം മാത്രമാണ് HbA1c ഗ്രാജുവലായിട്ട് കുറഞ്ഞുകൊണ്ടിരിക്കണം. അപ്പോൾ ആ കുറവ് കിട്ടുന്നില്ലെങ്കിൽ നമ്മൾ ഇമ്മീഡിയറ്റ്ലി തന്നെ അതെന്താണെന്ന് നോക്കി അവരെ ഫുഡ് അവർ ഓരോ ദിവസം കഴിയും, അവരുടെ എക്സസൈസിനെ കുറിച്ച് അവർക്കൊരു അത് ഒരു ഫോളോ പാറ്റേൺ ഉണ്ട്, അതവർ ചാർട്ട് അയച്ചുകൊണ്ടിരിക്കണം. അപ്പോൾ അവർക്ക് റിസൾട്ട് ഇല്ലെങ്കിൽ നമ്മൾ അവരുടെ ചാർട്ട് അയച്ചിട്ട് അതിൽ എന്താണ് കുറവെന്ന് നോക്കി പറഞ്ഞു കൊടുക്കണം. അപ്പം അങ്ങനെ അവരെ പഠിപ്പിച്ചെടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അവർ വൺസ് ഇൻ എ മന്ത്, ഇപ്പം 6 മാസം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അവർ എല്ലാ മാസവും വരുന്നില്ലെങ്കിൽ HbA1c 5.5 എത്തുന്നോടം വരെ, അത് മെയിൻറ്റെയിൻ ചെയ്യുന്നോടം വരെ അറ്റ്ലീസ്റ്റ് മന്ത്ലി നമ്മൾ ചെക്ക് ചെയ്യണമെന്നുള്ളതാണ്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ 3 മാസം കൂടുമ്പോൾ നോക്കുക, കൂടി പോകുന്നുണ്ടെങ്കിൽ എവിടെയാണ് നമുക്കറിയാം അപ്പോൾ ഈ 3 മാസത്തെ കോഴ്സ് കഴിയുമ്പോഴേക്കും തന്നെ എല്ലാവരും പഠിച്ചിട്ടുണ്ടാകും എന്താണ്, എവിടെയാണ് എൻ്റെ കുഴപ്പം, ഞാൻ എന്ത് കുഴപ്പം ചെയ്തിട്ടാണ് എൻ്റെ ഷുഗർ കൂടുന്നതെന്നുള്ളത് എല്ലാവരും പഠിച്ചിട്ടുണ്ടാവും. അത് മനസ്സിലാക്കി അവർ ചെയ്തു പോകുക എന്നുള്ളതാണ്. സാധാരണ നമ്മൾ ഇപ്പോൾ ഇതിലൊക്കെ നമ്മൾ കാണുമ്പോൾ മനസ്സിലാക്കുന്നത്, ഈ ഷുഗർ കൺട്രോള് കിട്ടാത്ത പേഷ്യൻ്റാണെന്ന് വിചാരിക്കുക. ആള് മരുന്ന് കൊടുക്കുന്നുണ്ട്, ഇൻസുലിൻ കൊടുക്കുന്നുണ്ട്, പക്ഷെ ഷുഗർ കൺട്രോൾ കിട്ടാത്ത പേഷ്യൻ്റ്. അങ്ങനെ ഒരു പേഷ്യൻറ്റിനെ നോർമലി ഹോസ്പിറ്റലൈസ് ചെയ്യുകയാണെങ്കിൽ ആ പേഷ്യൻറ്റിന് ഇപ്പം ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നത്, ആ പേഷ്യൻറ്റിൻ്റെ ഫുഡ് കൺട്രോൾ ചെയ്ത ഇൻസുലിൻ കറക്റ്റ് ചെയ്ത് ആണ് ഈ ഡയബറ്റിസ് മാനേജ് ചെയ്യുന്നത്. അപ്പോൾ ആ പേഷ്യൻ്റ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ പേഷ്യൻറ്റിൻ്റെ എക്സ്പീരിയൻസ് എന്താണെന്ന് വെച്ചാൽ, ഷുഗർ കൂടുകയാണെങ്കിൽ ഇൻസുലിൻ കൂട്ടും, ഫുഡ് കൺട്രോൾ ചെയ്യുന്നത് ഒരു വശത്ത് നടക്കും, പക്ഷേ ആൾ ഹോസ്പിറ്റലിലാണ്. അപ്പോൾ ആ ഹോസ്പിറ്റലിലായതുകൊണ്ട് ഹോസ്പിറ്റലിലെ ഒരു രീതിയിലാണല്ലോ ബാക്കി കാര്യങ്ങളൊക്കെ മാനേജ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം അങ്ങനത്തെ സാഹചര്യത്തിൽ ആൾ പുറത്തേക്ക് വരുമ്പോൾ ആ ഹോസ്പിറ്റലിൻ്റെ കൺട്രോള് ബേസിക്കലി ഇൻസുലിൻ ബേസ്ഡ് കൺട്രോള്, മെഡിസിൻ ബേസ്ഡ് കൺട്രോള്, പിന്നെ ആ ഫുഡിൻ്റെ മാനേജ്മെൻറ്റ്, അത് ആ
കിടന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അതങ്ങ് പോവുകയാണ്. അപ്പോൾ അങ്ങനെ ഉള്ള സാഹചര്യവും ഈ പറയുന്ന പോലെ പേഷ്യൻ്റ് സെൻട്രിക് എന്ന് പറയുന്ന പോലെ പേഷ്യൻറ്റിൻ്റെ കാര്യങ്ങളിലേക്ക് റെസ്പോൺസിബിൾ ആക്കുന്നതും മറ്റേ ഹോസ്പിറ്റലിൽ ചെന്ന് പേഷ്യൻറ്റിൻ്റെ ആ ഡയബറ്റീസ് ഫിക്സ് ചെയ്യുന്ന പോലെ ഉള്ള സിറ്റുവേഷനിൽ നിന്നും ആ വ്യത്യാസം അത് ശരിക്ക് ഏത് ടൈപ്പ് ഓഫ് പേഷ്യൻസിനാണ് അത് ശരിക്കും പറഞ്ഞാൽ ഗ്രഹിച്ച് പഠിച്ച് അത് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും. ഞാൻ എൻ്റെ അടുത്ത് ഇപ്പം PhD ഉള്ളവരും ജസ്റ്റ് 10ാം ക്ലാസ് പോലും പഠിക്കാത്ത പേഷ്യൻസും വരുന്നുണ്ട്. പഠിത്തവും ക്വാളിഫിക്കേഷനും അല്ലെങ്കിൽ നമ്മൾ എത്ര ഡിഗ്രി ഉണ്ട് എത്ര PhD ഉണ്ടെന്നുള്ളതൊന്നും ഇത് പഠിക്കാൻ അല്ല. മനുഷ്യന് നമ്മളുടെ ബോഡിയെ മാനേജ് ചെയ്യാൻ ഒരു വിദ്യാഭ്യാസവും ഇല്ലാത്തവർക്കും പറ്റുന്നേ ഉള്ളൂ. വിദ്യാഭ്യാസം എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഇപ്പോഴത്തെ ഈ പഠിത്തം. അപ്പം 10ാം ക്ലാസ് പാസ്സായിട്ടില്ലെങ്കിലും അവർക്ക് അത്യാവശ്യം കാര്യങ്ങൾ മനസ്സിലാക്കാനും മലയാളം എങ്കിലും വായിക്കാനും എഴുതാനും അറിയാവുന്നവർക്ക് ഈസിയാണ്. ഇവൻ മലയാളം വായിക്കാൻ അറിയത്തില്ലെങ്കിലും എഴുതാൻ ഇപ്പം ചിലപ്പോൾ ഒരു 10-70 വയസ്സുള്ളവരെയൊക്കെ ഉണ്ട്. അവർക്ക് ചിലപ്പം കുറേ നാളായിട്ട് എഴുതാതെ ഇരുന്നിട്ട് അവർക്ക് അറിയില്ലായിരിക്കും. പക്ഷെ അപ്പോൾ അവർ ആരെങ്കിലും ഒന്ന് ഹെൽപ്പ് ചെയ്യാൻ ഉണ്ടായാൽ മതി. അപ്പം അതുപോലെ നമ്മൾ ഈ ഡിജിറ്റൽ ഫോളോ അപ്പിനൊക്കെ അവർ വളരെ ഫാസ്റ്റായിട്ട് പഠിക്കുന്നുണ്ടെന്നുള്ളതാണ്. പിന്നെ ഒത്തിരി പ്രായമുള്ളവരാണെങ്കിൽ 10-70 വയസ്സൊക്കെ ഉള്ളവരാണെങ്കിൽ അവരുടെ ഫോളോ അപ്പ് ചാർട്ട് എഴുതാനും, അതായത് നമ്മൾ എത്രയാണ് ഷുഗർ എന്നൊക്കെ മാർക്ക് ചെയ്ത് ഭക്ഷണം കഴിച്ചത് എന്തൊക്കെയാണെന്ന് അതിനാരെങ്കിലും ഒന്ന് സഹായിച്ചു കൊടുക്കാനുണ്ടാവണമെന്നേ ഉള്ളൂ. നമുക്ക് ഇൻട്രസ്റ്റ് ഉണ്ടോ, നമുക്ക് ഈ മരുന്നിൽ നിന്നൊക്കെ മാറി നമ്മൾ ഹെൽത്തി ആയിട്ടിരിക്കണം, എനിക്ക് ഈ ഡയബറ്റീസിൽ നിന്ന് മാറണം എന്നൊരാഗ്രഹമുണ്ട്, അതിന് സപ്പോർട്ട് ചെയ്യാൻ കുടുംബാംഗങ്ങളും ഉണ്ടെങ്കിൽ, അറ്റ്ലീസ്റ്റ് ഒരാളുടെയെങ്കിലും ഒരു സപ്പോർട്ട് കിട്ടുമെന്നുണ്ടെങ്കിൽ പലർക്കും ഇത് വിശ്വാസം ഉണ്ടാകുകയില്ല ഇത് നടക്കുമെന്ന്. കാരണം ഇന്നിപ്പം ലോകം മുഴുവനും ഇൻസുലിനും മരുന്ന് കറക്റ്റായിട്ട് എടുക്കണം, ഇൻസുലിൻ ഇഞ്ചക്ഷൻ കറക്റ്റായിട്ട് എടുക്കണം, മരുന്ന് കറക്റ്റായി കഴിക്കണം എന്ന് പറയുന്ന ഒരു സമൂഹമാണ് നമ്മളുടേത്. ഒരു 50 വർഷമായിട്ട് നമ്മൾ ഇതിലേക്ക് വന്നിരിക്കുക. അതുകൊണ്ട് പലർക്കും ഇത് വിശ്വസിക്കാൻ പറ്റില്ല. അപ്പം പലരും ഇവിടെ വരുന്നവർ ഈ വീഡിയോസൊക്കെ കണ്ട് ഇത് എന്താണെന്ന് മനസ്സിലാക്കി അപ്പം പേഷ്യൻറ്റിനോ അല്ലെങ്കിൽ വീട്ടിലെ കുടുംബം നമ്മളുടെ അച്ഛൻ്റെ കാര്യത്തിൽ ഇൻട്രസ്റ്റ് ഉള്ള മക്കൾ, അതായത് അതിനെക്കുറിച്ചൊരു ഓപ്പൺ മൈൻഡോടെ ചിന്തിക്കുന്ന ആൾക്കാർ എന്തുകൊണ്ടാണ് എന്താണ് പരിഹാരം എന്ന് കണ്ടുപിടിക്കാനായിട്ട് നോക്കുന്ന റിലേറ്റീവോ അല്ലെങ്കിൽ വൈഫായിരിക്കും ചിലപ്പോൾ. അപ്പം അങ്ങനെയുള്ളവർ വീഡിയോസൊക്കെ കണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടായിരിക്കും വരുന്നത്. അപ്പം അവർ ആ ഒരു അവയർനെസ്സിലേക്ക് വന്നു. അപ്പം അവർക്ക് ഈ കാര്യം മനസ്സിലായി, ഇത് പോസിബിൾ ആണെന്നുള്ളൊരു വിശ്വാസം വന്നു കഴിഞ്ഞാൽ പിന്നെ എളുപ്പമാണ്. പിന്നെ വളരെ സിമ്പിളായിട്ട് നമുക്ക് ഇത് ചെയ്യാം. ഇതിനൊരു പ്രോട്ടോക്കോൾ ഉണ്ട്. അപ്പോൾ ഇതിന് ഡയബറ്റീസും അതിൻ്റെ കൂടെ എന്തൊക്കെ രോഗങ്ങളുണ്ടെങ്കിലും അതാണ് അതിൻ്റെ പ്രത്യേകത. നമ്മൾ ഇപ്പം ഡയബറ്റോളജിസ്റ്റ് ഡയബറ്റീസ് മാത്രം നോക്കും, കാർഡിയോളജിസ്റ്റ് ഹാർട്ട് മാത്രം നോക്കും, നെഫ്രോളജിസ്റ്റ് കിഡ്നി നോക്കും, ഒഫ്താൽമോളജിസ്റ്റ് കണ്ണ് നോക്കും, ഗ്യാസ്ട്രോ എൻട്രോളജിസ്റ്റ് ഫാറ്റി ലിവർ ഉണ്ടെങ്കിൽ അല്ലെ ഫൈബ്രോസിലേക്ക് പോയിട്ട് ഗ്യാസ്ട്രോ എൻട്രോളജി, ഇങ്ങനെ നമ്മൾ എല്ലാം ഡിവൈഡ് ചെയ്താണ് നോക്കുന്നത്. പക്ഷേ ഇതിലങ്ങനെയല്ല. നമുക്ക് പേഷ്യൻറ്റിന് എന്തൊക്കെ പ്രോബ്ലം ഉണ്ട് എന്ന് ബോഡിയുടെ കാര്യം കണ്ടുപിടിക്കുക, അത് കഴിഞ്ഞിട്ട് നമ്മൾ മരുന്നുകൾ കുറച്ചുകൊണ്ട് വരിക. അതാണ് യൂഷ്വലി ഈ ഡയബറ്റീസ് കറക്റ്റ് ചെയ്യുന്നതുപോലെ തന്നെ ഷുഗർ കൺട്രോൾ ആകുന്നതിനനുസരിച്ച് തന്നെ കൊളസ്ട്രോളും BP കൺട്രോൾ ആകും. അപ്പം മരുന്നുകളെല്ലാം തന്നെ നമുക്ക് ഒരു മാസം കൊണ്ട് കുറച്ചുകൊണ്ട് ഒന്ന് നിർത്താൻ പറ്റുമെന്നുള്ളതാണ്. അപ്പം അത് ഈവൻ മെറ്റബോളിക്, ഇപ്പം നമ്മളിത് മെറ്റബോളിക് സിൻഡ്രോമിൻ്റെ പാർട്ടാണല്ലോ, ഡയബറ്റീസ്, ഹൈപ്പർ ടെൻഷൻ, കൊളസ്ട്രോളും എല്ലാം. ഇതുപോലെ തന്നെ ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് ഉണ്ടെങ്കിൽ അതും അതുപോലെ തന്നെ മാറുന്നുണ്ടെന്നുള്ളതാണ്. അപ്പം ഇതിനൊപ്പം തന്നെ ഹാഷിമോട്ടോ തൈറോയിഡൈറ്റിസ് ഉള്ള ആളാണെങ്കിൽ അവരുടെ ഈ തൈറോയിഡ് ഹോർമോണിൻ്റെ അളവും കുറച്ചുകൊണ്ട് വന്ന് നിർത്താൻ പറ്റും. ഇപ്പോൾ നമുക്കൊരു കാര്യം ഇതിൽ നിന്ന് മനസ്സിലായത്, ഈ അസുഖങ്ങൾ തമ്മിലുള്ള കണക്ഷനും നമ്മൾ ഈ കറക്ഷൻ ചെയ്യുമ്പോൾ ശരിക്കും ഈ ഡയബറ്റീസ് എന്നുള്ള ആ കണ്ടീഷനിൽ നിന്ന് മാറുക എന്നുള്ളതാണ്. ശരിക്കും ഡയബറ്റീസിൻ്റെ കണ്ടീഷൻ കൺട്രോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് പലപ്പോഴും ശരിക്കും ആ ഡയബറ്റീസിൻ്റെ ആ കണ്ടീഷനിൽ കിടന്നുകൊണ്ട് തന്നെയാണ്. പിന്നെ നമ്മൾ ചിലപ്പം ശ്രദ്ധിക്കും, ബുദ്ധിമുട്ട് സിംറ്റംസ് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ സിംറ്റംസ് ഇല്ലെങ്കിൽ ചിലപ്പോൾ അറിയാതെ പോവും. അപ്പോൾ ഇങ്ങനെ ഒരു ഡയബറ്റീസ് നമ്മളുടെ കൂടെ കൊണ്ട് നടക്കുന്നത് എങ്ങനെ സാധിക്കും എന്നുള്ള ഗവേഷണമാണ് പലപ്പോഴും നമ്മളുടെ ആൾക്കാരിൽ വരുന്നത്. അപ്പോൾ ഈ ഡയബറ്റീസിനെ ഒഴിവാക്കാൻ സാധിക്കുമെങ്കിൽ അത് ഒഴിവാക്കാനായിട്ട് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു ചിന്ത
അങ്ങനെ ഒരു സാധ്യത ഇല്ല എന്നുള്ളത് തോന്നുന്നതുകൊണ്ടാണ്. പക്ഷേ നമ്മുടെ ഇപ്പോഴത്തെ ഈ ഡിസ്കഷനിൽ നിന്ന് മനസ്സിലാക്കുന്നത് ഡയബറ്റീസ് ടൈപ്പ് 2 നമ്മൾക്ക് മാറ്റി നിർത്താനായിട്ട് സാധിക്കുന്നതാണ്. പക്ഷേ അതിന് വേണ്ട കാര്യങ്ങൾ നമ്മൾ ആദ്യം മനസ്സിലാക്കി ചെയ്യണം. ഇപ്പോൾ ഇപ്പോഴത്തെ നമ്മളുടെ ഈ സയൻറ്റിഫിക് ലേറ്റസ്റ്റ് അണ്ടർസ്റ്റാൻഡിങ് അനുസരിച്ച് സാധാരണ എല്ലാവരും ഡയബറ്റിസ് വന്നു എന്ന് മനസ്സിലാക്കുന്നത് തന്നെ ഗ്ലൂക്കോസിൻ്റെ ടെസ്റ്റ് ചെയ്യുമ്പോഴാണ്. പക്ഷേ ഗ്ലൂക്കോസിൻ്റെ ടെസ്റ്റിലത്തെ അളവ് നമുക്ക് മനസ്സിലാക്കി ഡയബറ്റീസ് ഉണ്ട് എന്ന് നമുക്ക് തിരിച്ചറിയുന്നതിന് വളരെ മുമ്പ് തന്നെ ഇൻസുലിൻ്റെ ടെസ്റ്റ് വെച്ച് നമുക്ക് അറിയാൻ പറ്റും ഇയാൾക്ക് ഗ്ലൂക്കോസ് ഇനി കൂടാൻ പോവുകയാണ് എന്നുള്ളത്. അപ്പോൾ ശരിക്കും നമ്മുടെ സയൻസ് പഠിപ്പിക്കുന്നത് ഇൻസുലിൻ്റെ ടെസ്റ്റാണ് നമ്മളെ ആദ്യമായിട്ട് കാണിച്ചു തരുന്നത് നമുക്ക് ഇങ്ങനെ ഗ്ലൂക്കോസ് കൂടാനുള്ള സാധ്യത ഉണ്ട് എന്നുള്ളത്. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ ഇൻസുലിൻ്റെ ടെസ്റ്റുകൾക്ക് ഒരു പ്രാധാന്യമില്ലാത്തത്? അതിൻ്റെ കാരണം എന്താണെന്ന് ഇപ്പം സയൻസ് പറയുന്നതനുസരിച്ച് ഇൻസുലിൻ കാരണം, ഇൻസുലിൻ്റെ അമിത അളവ് കാരണം വരുന്ന അസുഖങ്ങൾ ഈ ഗ്ലൂക്കോസ് കാരണം വരുന്ന അസുഖങ്ങളെക്കാളും കൂടുതലായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഹാർട്ടിൻ്റെ അസുഖം തൊട്ട് നേഴ്സിൻ്റെ പ്രോബ്ലംസ് തൊട്ട് നമ്മളുടെ ബോഡിയിൽ വരുന്ന പല നമ്മുടെ ഈ വണ്ണമായിട്ട് ബന്ധപ്പെട്ട ഇഷ്യൂസ് തൊട്ട് നമ്മളുടെ സെൽസിന് വരുന്ന ഡാമേജ്, ദറ്റ് ഈസ് നമ്മളുടെ ഈച്ച് സെല്ല്, നമ്മൾ ഈ ടൈനി സെൽസിന് വരുന്ന ഡാമേജ് വരെ നമുക്ക് ഇൻസുലിൻ്റെ അമിത അളവ് ആയിട്ട് കണക്ട് ചെയ്യാം. പക്ഷേ ഈ ഇൻസുലിൻ്റെ അമിത അളവ് ഉണ്ടെങ്കിൽ പോലും നമ്മൾ ഗ്ലൂക്കോസ് കറക്റ്റായിരിക്കും. അപ്പോൾ അങ്ങനത്തെ സാഹചര്യത്തിൽ ഗ്ലൂക്കോസ് കറക്റ്റാണെന്നും പറഞ്ഞിരുന്നിട്ട് ഒരു കാര്യമില്ല. ഇൻസുലിൻ കൂടുതലാണെങ്കിൽ ഈ പറയുന്ന എല്ലാ പ്രശ്നങ്ങളും ഉണ്ടാവും. അപ്പം ഇൻസുലിൻ കൂടുതലാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം ഡയബറ്റീസ്, ബ്ലഡ് പ്രഷർ, ഫാറ്റി ലിവർ, ഹാർട്ട് ഡിസീസ്, കിഡ്നി ഡിസീസ് എന്ന് ഇങ്ങനെ പല ഓർഗൻ ഡിസീസ്. അപ്പം ഇങ്ങനത്തെ സാഹചര്യത്തിൽ ഈ ഇൻസുലിനെ പറ്റി ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കാതെ, ഇൻസുലിൻ്റെ അമിത അളവിനെ പറ്റി ഇമ്പോർട്ടൻസ് കൊടുക്കാതെ ഡയബറ്റീസിൻ്റെ ഗ്ലൂക്കോസിൻ്റെ അളവിനെ പറ്റി മാത്രം വറി ചെയ്യുന്ന ഒരു സാഹചര്യത്തിൽ അതുകൊണ്ടാണോ ശരിക്കും പറഞ്ഞാൽ ഈ പറയുന്ന ട്രീറ്റ്മെൻറ്റ് ഓപ്ഷൻസിനെ പറ്റി പൊതുവെ ചിന്തിക്കാൻ സാധിക്കാതെ പോകുന്നത്? യെസ്, അപ്പം ഞാൻ പറഞ്ഞ പോലെ നമ്മൾ ഈ ഡയബറ്റീസിൻ്റെ മോഡേൺ മെഡിസിൻ ട്രീറ്റ്മെൻറ്റ് തന്നെ നമ്മളൊരു എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ട് വന്നിട്ട് 100 ഇയേഴ്സേ ആയിട്ടുള്ളൂ. ഇൻസുലിൻ കണ്ടുപിടിച്ചിട്ട് 100 ഇയേഴ്സ് കഴിഞ്ഞതേ ഉള്ളൂ. അപ്പം ലാസ്റ്റ് ഒരു 50 to 75 ഇയേഴ്സേ ആയുള്ളൂ നമ്മൾ ഈ മരുന്ന് ടാബ്ലറ്റ് ആയിട്ടുള്ളതാണേലും വന്നു തുടങ്ങിയിട്ട്. ഒരു 1950s, പിന്നെ ഒരു 1975 ഒക്കെ ആയപ്പോഴേക്കാണ് കൂടുതൽ മരുന്ന് വരാൻ തുടങ്ങി ഡയബറ്റീസിന് വേണ്ടി. അതുപോലെ തന്നെ പിന്നെ ഒരു 2000 ഒക്കെ ആയപ്പോഴേക്കും ഇൻസുലിൻ അനലോഗ്സ് വന്നു. ഇപ്പോൾ ഒരു ലാസ്റ്റായിട്ടാണ് ഇപ്പം നമ്മൾ ഡയബറ്റീസിന് ഇപ്പോൾ ഏറ്റവും ഒരു വീക്ക്ലി ഇഞ്ചെക്ഷൻസും ഒക്കെ വന്നിട്ടുണ്ട്. അത് ഇൻസുലിൻ അല്ല, വേറെ ഒരു GLP-1 അഗനിസ്റ്റ് എന്ന് പറയുന്ന അനലോഗ്സ്, ആ ഗ്രൂപ്പിൽ വരുന്ന മരുന്നാണ്. അപ്പം അങ്ങനെ പുതിയ ചേഞ്ചസ് വന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇപ്പം അന്ന് നമ്മൾ ആദ്യം തുടങ്ങുമ്പം ഈ ഡയബറ്റീസ് ടൈപ്പ് 2 ഡയബറ്റീസിനും ഇൻസുലിനും ഈ മരുന്നുകളും ഒക്കെ കൊടുത്തു തുടങ്ങും നമുക്ക് കാര്യം എന്താണെന്ന് അറിയില്ലായിരുന്നു. ഈ ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്നുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ നമ്മൾ മനസ്സിലാക്കുന്നത്, ഞാൻ പേഷ്യൻറ്റിൻ്റെ കാര്യമല്ലായിരുന്നു, ഡോക്ടേഴ്സ് മനസ്സിലാക്കുന്നത് ഈ വളരെ ഒരു ഫ്യൂ ഇയേഴ്സേ ആയിട്ടുള്ളൂ അതിനെക്കുറിച്ചും ക്ലിയർലി അവയർനെസ് വന്നിട്ട്. കാരണം എൻ്റെ ഏജിലൊക്കെയുള്ള ഡോക്ടർമാർ നമ്മൾ പഠിക്കുമ്പോഴാണല്ലോ കൂടുതൽ പഠിക്കുന്നത്, ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുന്നത്. അന്നൊന്നും ഈ കാര്യങ്ങളൊന്നും ഇല്ല. പിന്നെ നമ്മൾ സ്വന്തം നിലയിൽ പഠിച്ചെടുക്കുന്നതാണ്. ഈ ഇപ്പോഴത്തെ പുതിയ നോളജ് വരുന്നത് നമ്മൾ സ്വയം അപ്ഡേറ്റ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ടാണ്. ഇപ്പം പലരും അപ്ഡേറ്റ് ചെയ്യുന്നില്ലെങ്കിൽ അവർ ആ രീതിയിലായിരിക്കും. ഞാൻ പല ഡോക്ടേഴ്സിനെയും കണ്ടിട്ടുണ്ട് എൻ്റെ ഏജിലൊക്കെ ഉള്ളത്, ടൈപ്പ് 2 ഡയബറ്റീസിന് കാരണം ഇൻസുലിൻ കൊണ്ട് കുറവല്ലേ എന്നുള്ള രീതിയിൽ ചിന്തിക്കുന്നത്. കാരണം അവർ ആ ഒരു അവയർനെസ്സിലേക്ക് പോയിട്ടില്ല എന്നുള്ളതാണ്. പക്ഷെ നമ്മളിപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഡോക്ടേഴ്സും പേഷ്യൻസും ഈ അവയർനെസ് ക്ലിയർ ആക്കി കൊണ്ടുവരണം.
എന്നാൽ മാത്രമേ നമ്മൾ ഈ മരുന്നുകൾ അല്ല ഇത് ഈവൻ ഇതൊക്കെ ലൈഫ് സ്റ്റൈൽ ഡിസീസ് ആണെന്ന് മനസ്സിലായത് തന്നെ ഈ കാറ്റഗറൈസേഷനൊക്കെ വന്നിട്ട് കുറച്ച് വർഷങ്ങളേ ആയിട്ടുള്ളൂ. ലൈഫ് സ്റ്റൈൽ ഈ ടൈപ്പ് 2 ഡയബറ്റീസും ഇതും തമ്മിൽ ലൈഫ് സ്റ്റൈലുമായിട്ടുള്ള ബന്ധം. അപ്പം കറക്റ്റായിട്ട് നമ്മൾ ലൈഫ് സ്റ്റൈൽ കറക്റ്റ് ചെയ്യാൻ സാധിക്കുകയാണെങ്കിൽ അത് മനസ്സിലാക്കി പേഷ്യൻ്റ് അത് മനസ്സിലാക്കാനും അത് ചെയ്യാൻ വില്ലിങ്നെസ്സും വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡയബറ്റീസ് നമുക്ക് റിവേഴ്സ്, ടൈപ്പ് 2 ഡയബറ്റീസ് പ്രത്യേകിച്ച് ടൈപ്പ് 1 ഡയബറ്റീസ് പാൻക്രിയാസ് എല്ലാം സൈലറ്റ് സെൽസും പാൻക്രിയാസിൻ്റെ പ്രൊഡക്ഷൻ നിന്ന് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പറ്റില്ല. അല്ലാത്ത ടൈപ്പ് 2 ഡയബറ്റീസിൽ കുറച്ചെങ്കിലും ഇൻസുലിൻ, എല്ലാ ടൈപ്പ് 2 ഡയബറ്റീസിലും ഇൻസുലിൻ കൂടുതലാവണമെന്നില്ല. പ്രത്യേകിച്ച് പേരൻസ് ഫാമിലിയിലായിട്ട് ഡയബറ്റീസ് ഉള്ളവരിൽ ഇൻസുലിൻ്റെ പ്രൊഡക്ഷൻ കുറവായിരിക്കും. അപ്പോൾ ആ ഒരു പരിധി വിട്ട് അവർക്ക് കൂട്ടാൻ പറ്റില്ല. അതുകൊണ്ടാണ് അവർക്ക് നേരത്തെ വരുന്നത്. അപ്പോൾ അവർക്ക് ഒത്തിരി ഓവർ വെയ്റ്റ് ഒന്നും ഇല്ലാതെ തന്നെ അവർ കുറച്ചൊരു കുടവയറ് വന്നു കഴിയുമ്പോഴേക്കും ഈ ഫാമിലിയൽ ഡയബറ്റീസ് ഉള്ളവർക്ക് പലപ്പോഴും ഡയബറ്റീസ് വരാനുള്ള പോസിബിലിറ്റി ഉണ്ട്. അതേസമയത്ത് ഇൻസുലിൻ്റെ പ്രൊഡക്ഷൻ ഇൻസുലിൻ പാൻക്രിയാസ് ഭയങ്കര ഹൈപ്പർ ആക്റ്റീവ് ആയിരിക്കും. അവരാണ് ഡയബറ്റീസ് വരികയില്ല, അവർക്കിങ്ങനെ വണ്ണം കൂടിക്കൊണ്ടേയിരിക്കും. അതിൻ്റെ കൂടെ അതിൻ്റെ ഇൻസുലിൻ കൂടുന്നതിൻ്റെ ആയിട്ടുള്ള ഡിപ്രഷന്, അങ്ങനത്തെ ബ്രെയിൻ ഫോഗ്, ഇങ്ങനത്തെ കാര്യങ്ങൾ വന്നുകൊണ്ടിരിക്കും. സോ മെനി ഈവൻ സ്കിൻ മാനിഫെസ്റ്റേഷൻ, മുഖവും കഴുത്തിന് ചുറ്റുമൊക്കെ കറക്കുക, അങ്ങനെ പല ഇൻസുലിൻ കൂടുന്നത് കൊണ്ടാണ്. അതുപോലെ സ്കിൻ ടാഗ് വരിക. ഇപ്പം ഇങ്ങനെ പാലുണ്ണി എന്ന് പറയുമല്ലോ, പാലുണ്ണി, എക്കാന്തോസിസ് നൈഗ്രിഗൻസ് എന്ന് പറയും, കഴുത്തിന് ചുറ്റും ഈ കൈ, ഈവൻ നക്കിൾസ്, നമ്മുടെ കൈയുടെ ഇപ്പം നമുക്കൊരു നമ്മൾ ഇത് നോക്കുന്നതുകൊണ്ട് എനിക്കറിയാം, ഒരു പേഷ്യൻ്റ് കാണുമ്പോൾ തന്നെ അറിയാം അവർ ഇൻസുലിൻ റെസിസ്റ്റൻ്റ് ആണോ, അവരുടെ കിഡ്നിയും ലിവറും ഒക്കെ അഫക്റ്റ് ചെയ്തിട്ടുണ്ടോ, ഈവൻ അവിടെ പലപ്പോഴും ഈ മുഖത്തെയൊക്കെ ഈ ഡാർക്കനിങ്ങും ഇതൊക്കെ കൊണ്ട് തന്നെ മനസ്സിലാക്കാൻ പറ്റുമെന്നുള്ളതാണ്. അപ്പം വളരെ ഏർലി ആയിട്ട് തന്നെ ഷുഗർ കൂടുന്നതിൻ്റെ മുമ്പ് തന്നെ ഇൻസുലിൻ കൂടുന്നത് നമുക്ക് കാണാൻ പറ്റും, ഡോക്ടേഴ്സിന് മനസ്സിലാക്കാൻ പറ്റും. ഈവൻ നമ്മൾ അവയർനെസ് ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ സാധാരണക്കാരനെ മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തത് ഡയബറ്റിസും ജീവിതശൈലി ക്രമീകരണം ക്ലിനിക്കലി സപ്പോർട്ടഡ് ആയിട്ടുള്ളതിനെ പറ്റിയായിരുന്നു. അപ്പോൾ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവുന്നത് ആ പേഷ്യൻ്റ് തന്നെ ഒരു പരിധി വരെ കാര്യങ്ങൾ മനസ്സിലാക്കിയാലാണ് ഈ ട്രീറ്റ്മെൻറ്റിലേക്ക് കടക്കാനായിട്ട് സാധിക്കുക. അപ്പോൾ ആ പേഷ്യൻ്റ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ കാര്യങ്ങളെപ്പറ്റി മനസ്സിലാക്കി ആ ആളുടെ സ്വന്തം സിറ്റുവേഷൻ, സ്റ്റാറ്റസ്, ഹെൽത്തിൻ്റെ സ്റ്റാറ്റസ് മനസ്സിലാക്കി ആ ട്രീറ്റ്മെൻറ്റ് ശരിക്കും അയാൾക്ക് വേണ്ടി ഇപ്പം അയാൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ട്രീറ്റ്മെൻറ്റ് അയാൾക്ക് വേണ്ടി എന്താണ് ശരിക്കും ചെയ്തു തരുന്നത് എന്നുള്ളത് മനസ്സിലാക്കി അതിൽ എന്തെങ്കിലും പോരായ്മ ഉണ്ടെങ്കിൽ ആ പോരായ്മ എങ്ങനെയാണ് നികത്താൻ സാധിക്കുക എന്നുള്ളതിനെ പറ്റി കൂടുതൽ അറിവ് നേടി എന്നാൽ മാത്രമാണ് ഈ ട്രീറ്റ്മെൻറ്റ് രീതികളിലേക്ക്, ഈ ജീവിതശൈലി കറക്ഷൻ ക്ലിനിക്കലി സപ്പോർട്ടഡ് ആയിട്ട് ചെയ്യുന്നതിലേക്ക് വരുമ്പോൾ ഫുൾ ബെനിഫിറ്റ് ആൾക്ക് കിട്ടുക. അതേപോലെ തന്നെ ഒരു കോംപ്ലിക്കേറ്റഡ് സ്റ്റേജിലാണെങ്കിൽ പോലും പക്ഷേ സ്റ്റേബിൾ ആണെങ്കിൽ, ദറ്റ് ഈസ് ആശുപത്രി സ്റ്റേ ആവശ്യമില്ല എങ്കിൽ ഈ ജീവിതശൈലി കറക്ഷനും കാര്യങ്ങളും ഒക്കെ ചെയ്യാൻ സാധിക്കുന്നതാണ് എന്നുള്ളതാണ് നമ്മൾ ഈ പറയുന്ന എക്സാമ്പിൾസിൽ നിന്ന് മനസ്സിലാക്കിയത്. അപ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ജീവിതശൈലിയായിട്ട് ബന്ധപ്പെട്ട ഒന്നോ അതിൽ കൂടുതലോ രോഗങ്ങൾ ഉണ്ടെങ്കിൽ മിക്കവാറും ഒന്നിൽ കൂടുതൽ ഉണ്ടാവും ഒരേ സമയത്ത്, പക്ഷെ അത് അറിഞ്ഞിട്ടുണ്ടാവില്ല എന്ന് മാത്രമേ ഉള്ളൂ. നമ്മൾ അപ്പോൾ തന്നെ ഈ രോഗത്തെ പറ്റിയും നമ്മൾക്ക് കിട്ടുന്ന ട്രീറ്റ്മെൻറ്റിനെ പറ്റിയും കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ വേണ്ട സമയവും അതിനുള്ള താല്പര്യവും കാണിക്കേണ്ടത് വളരെ ആവശ്യമാണ്. പ്രത്യേകിച്ച് ഇപ്പോൾ ഈ ട്രീറ്റ്മെൻറ്റ്സൊക്കെ കൂടുതൽ കോംപ്ലക്സ് ആവും തോറും നമ്മൾക്ക് അതിനെപ്പറ്റി കൂടുതൽ മനസ്സിലാക്കേണ്ട ആവശ്യമുണ്ട്. എന്താ കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഈ പറഞ്ഞു കേട്ടതിൽ നിന്ന് ഒരു മരുന്നിനും സൈഡ് ഇഫക്റ്റ് ഇല്ല, അതേ ഇല്ല, എല്ലാത്തിനും സൈഡ് ഇഫക്ട്സ് ഉണ്ടാവും. അപ്പോൾ ഈ സൈഡ് ഇഫക്ട്സ് പോലും നമ്മൾ പഠിച്ചിട്ട് വേണം നമ്മൾ മരുന്ന് കഴിക്കാനായിട്ട്, അല്ലെങ്കിൽ നമുക്ക് ഈ സൈഡ് ഇഫക്റ്റ് വന്നതുപോലും നമുക്ക് തിരിച്ചറിയാതെ പോവുകയും അതിൻ്റെ കോംപ്ലിക്കേഷൻസിന് വേണ്ടി വീണ്ടും വേറെ മരുന്ന് കഴിക്കേണ്ടി വരികയും ഒക്കെ ചെയ്യുന്ന ഒരു സാഹചര്യം വരാം. നന്ദി, നമസ്കാരം.
രോഗകാരണം മനസ്സിലാക്കി പ്രബുദ്ധരാക്കുക. ജീവിതശൈലി ക്രമീകരണത്തിലൂടെ രോഗങ്ങളെ മാറ്റുക. കൂടുതൽ ഹെൽത്ത് വീഡിയോകൾക്കും ശാസ്ത്രീയമായ ജീവിതശൈലി ക്രമീകരണ അറിവുകൾക്കുമായി സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തിയ ശേഷം ബെൽ ബട്ടൺ അമർത്തുക.